എല്ലാവരും ഈ ഉപ്പ ജനിച്ച അതേ പാർട്ടിയിൽ നമ്മളും കൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഞാൻ ഉമ്മാൻ്റെ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച നിലക്കാണ് ആദ്യത്തെ ഇൻകുലാബ് വിളിച്ചിരുന്നത് ഉമ്മയാണ്. ആ ഇൻകുലാബിന് സിന്ദാബാദ് വിളിച്ചാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്. പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി ചേരുന്നു. അവിടെ ഒരു ഫുൾ ടൈം SFI എന്ന നിലക്ക് മാറി അവിടെ യൂണിയൻ ഭാരവാഹിയായി. പെരുമ്പാവൂരിൽ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ജില്ലാ നേതൃനിരയിലേക്കൊക്കെ വന്ന് അന്ന് എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി ലീഗിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സുഹൃത്തിനോടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണത്. മതത്തിൻ്റേതായ എല്ലാ സംഗതികളെയും ചലഞ്ച് ചെയ്ത് പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ജുമുഅത്ത് പള്ളിയുടെ നേരെ താഴെയായിരുന്നു ഈ കാലങ്ങളിലൊക്കെ ദീർഘകാലം ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ ജുമുഅക്ക് പോലും ആളുകൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമ്മളങ്ങനെ അതിനെല്ലാം ചലഞ്ച് ചെയ്ത് നിന്നൊരാളാണ്. ഈ കാലയളവിൽ 2 വെല്ലുപ്പമാരും ഒരു വെല്ലുമ്മയും മരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അതിലൊന്നും പങ്കെടുക്കാതെ പൂർണ്ണമായും ഈ കൺസെപ്റ്റിനോട് പുറംതിരിഞ്ഞ് നിന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഐഡൻറ്റിറ്റി എന്നൊരു സംഗതിയാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും നിങ്ങളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഹിന്ദി 10 പൈസ ചിലവില്ലാത്ത ഹിന്ദിയാണ്. എൻ്റെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 ലക്ഷം റുപ്യ ചിലവാക്കി പഠിച്ച ഹിന്ദിയാണ്. അതുകൊണ്ട് എൻ്റെ ഹിന്ദിക്ക് ഇത്തിരി ഇത് കൂടി ഞാൻ തമാശക്ക് പറയാം. ഇന്ത്യയിൽ ആരും ഒരു ഭാഷ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ഷിബു മീരാനാണ് ഇന്ന് സാഗർ ടോക്സിൽ നമ്മുടെ കൂടെയുള്ളത്. ഷിബുവിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ചാനൽ ചർച്ചകളിൽ സജീവമാണ്. നമ്മുടെ ഒട്ടേറെ പ്രഭാഷണ വേദികളിൽ വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിത്വമാണ്. ഷിബു, സ്വാഗതം. നമ്മൾ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഒന്ന് ഇരിക്കണം എന്ന്. കാര്യമായിട്ട് ഷിബുവിനെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഷിബുവിനെ എല്ലാവരും ചാനലുകളിൽ കാണുന്നുണ്ട്, പാർട്ടി വേദികളിൽ സജീവമാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഷിബുവിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവും ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഷിബു രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ആ ഒരു വരവും അതുപോലെ തന്നെ ഷിബുവിൻ്റെ നാട്, ഷിബു എങ്ങനെയാണ് SFI പോലെയുള്ള സംഘടനകളിലേക്ക് ആകൃഷ്ടരാകുന്നത്, പിന്നെ അവിടുന്ന് എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ജനിക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം, അവിടെ പിടവൂർ എന്ന് പറയുന്ന ഒരു സാധാരണ നാട്ടുംപുറത്താണ്. ഉമ്മയും ഉപ്പയും 2 പേരും തൊഴിലാളികളായിരുന്നു. ഉപ്പ അവിടുത്തെ ഒരു തൊഴിലാളിയായിരുന്നു. ഉമ്മ അവിടെ ഒരു സ്കൂളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, കുട്ടികൾക്ക് ചോറുണ്ടാക്കി കൊടുക്കുന്ന ജോലിയായിരുന്നു. പക്ഷേ 2 പേരും സജീവ CPM പ്രവർത്തകരായിരുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉമ്മാക്ക് ഈ അംഗൻവാടിയിൽ ജോലി ലഭിച്ചു. ഉമ്മ അതിൻ്റെ ട്രേഡ് യൂണിയനിൽ സജീവമായി അംഗമായിരുന്നു. 2 പേരും പാർട്ടിയുടെ വലിയ നേതൃനിരയിലൊന്നും ഇല്ലെങ്കിലും സജീവമായ CPM കുടുംബം എന്ന് പറയാവുന്നൊരു കുടുംബമായിരുന്നു. അങ്ങനെ ഉമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് പോയി പങ്കെടുത്ത എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സമരം അതാണ്. ഞാൻ അന്ന് വലിയ പ്രായമില്ല, കുട്ടിയായിരിക്കുമ്പോഴാണ് ഉമ്മയുടെ കൂടെ രാത്രി മുഴുവൻ ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ചെന്ന് കൂലി വർധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അംഗൻവാടി ജീവനക്കാരുടെ സമരമായിരുന്നു. കാരണം എല്ലാവരും ഈ ഉപ്പ ജനിച്ച അതേ പാർട്ടിയിൽ നമ്മളും കൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഞാൻ ഉമ്മാൻ്റെ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച നിലക്കാണ് ആദ്യത്തെ ഇൻകുലാബ് വിളിച്ചിരുന്നത് ഉമ്മയാണ്. ആ ഇൻകുലാബിന് സിന്ദാബാദ് വിളിച്ചാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്. എത്ര വയസ്സിലായി? അതൊരു എൻ്റെ ഓർമ്മ ഒരു 8-9 വയസ്സാണെന്ന് കാണും. പിന്നെ സ്കൂൾ കാലഘട്ടം ഒരു കോൺവെൻറ്റ് സ്കൂൾ പോലത്തെ സ്കൂളിലായിരുന്നു. അതുകൊണ്ട് അവിടെ അത്ര സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയം. പിന്നെ അന്ന് പ്രീ ഡിഗ്രിക്ക് കോതമംഗലത്തെ MA കോളേജിൽ ചേർന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ക്ലാസ് മുറികളിൽ അന്ന് എല്ലാ സംഘടനകളുടെയും ആളുകൾ വന്ന് അവിടെ പ്രസംഗിക്കുകയും നമ്മൾ വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ SFIക്കാർ വന്ന് 100 പൂക്കളെ 100 പൂക്കളെ എന്നൊരു കവിത അവർ ഉറച്ചു. ആ കവിത കേട്ടതോടെ നമ്മൾ മനസ്സുകൊണ്ട് വീണ്ടും സജീവം. അങ്ങനെ SFI രംഗത്ത് MA കോളേജിൽ 1.5 വർഷം കഴിയുമ്പോൾ പ്രീ ഡിഗ്രി ആ കോളേജിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കോളേജിൽ നിന്ന് സമരത്തിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ കുറേ പേരെ പുറത്താക്കി. പിന്നെയാണ് പെരുമ്പാവൂരിലേക്ക് ജീവിതം എന്ന് വെച്ചാൽ പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി ചേരുന്നത്. അവിടെ ഒരു ഫുൾ ടൈം SFI എന്ന നിലക്ക് മാറി അവിടെ യൂണിയൻ ഭാരവാഹിയായി. പെരുമ്പാവൂരിൽ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ജില്ലാ നേതൃനിരയിലേക്കൊക്കെ വന്ന് സജീവമായി തന്നെ പിന്നീട് SFI ലീഡർഷിപ്പിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മൾ
ഭാരവാഹിത്വമുണ്ടായിരുന്നു SFI ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അന്നും SFIയുടെ ജാഥകളിലൊക്കെ കേരളം മുഴുവൻ യാത്ര ചെയ്യാനും അത്യാവശ്യം എഴുന്നേറ്റ് 4 വർത്തമാനം പറയാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. അന്നത്തെ SFI നേതൃനിരയിൽ പലരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ SFIക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു കുറച്ച് ആളുകൾ ഒരേ സമയം നമ്മുടെ പെരുമ്പാവൂരിലെ ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1996, 2001 കൂത്തുപറമ്പ് സമരമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലത്ത്, ഞാനൊക്കെ 99-ലാണ് ഞാൻ SFI ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. സ്വാശ്രയ കോളേജുകളൊക്കെ വ്യാപകമായി അനുവദിക്കുന്നു. അങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. പക്ഷെ ഉടനെ ഒരു മാറ്റം നമുക്ക് സംഭവിക്കുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങനെ മെല്ലെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് അകന്ന് നിന്നു. പക്ഷെ അപ്പോഴും നേരിട്ട് നമ്മൾ ലീഗിലേക്ക് വരുന്നില്ല. CPM വിട്ട ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെയും സമരങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ സാഗറിനെ അറിയായിരിക്കും, നിങ്ങളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുള്ള ഈ എക്സ്പ്രസ് ഹൈവേ വിരുദ്ധ സമരം. ആ സമരത്തിലൊക്കെ കുറേ മനുഷ്യാവകാശ പരിസ്ഥിതി മൂവ്മെൻറ്റുകളുടെ കൂടെയൊക്കെ കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും എക്സ്പ്രസ് ഹൈവേക്കെതിരെ ഘോരം വാദിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ നിന്നിട്ട് ആലോചിക്കുമ്പോൾ തമാശ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കൂടി ഒച്ച വെച്ച് 1/4 നൂറ്റാണ്ട് കേരളത്തെ പുറകോട്ടടിച്ചു എന്നുള്ളൊരു സ്വയം വിമർശനമാണ് ഇപ്പോൾ ആ കാലത്തെക്കുറിച്ച്. പ്ലാച്ചിമട സമരമൊക്കെ പക്ഷേ അന്ന് നമ്മൾ പോയി പങ്കെടുത്തൊരു സമരമായിരുന്നു. അതൊക്കെ നമുക്ക്, പക്ഷേ എക്സ്പ്രസ് ഹൈവേ സമരത്തിൽ പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ നിലപാട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ 2010 ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യമായി, അതുവരെ 2005 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിയായിട്ട് വിട്ടു നിൽക്കുമ്പോഴും പാർട്ടിക്ക് വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിയുമായിട്ട് വിട്ടു നിൽക്കാനുള്ളൊരു പ്രധാന കാരണം എന്തായിരുന്നു? അന്ന് ഞാൻ പറഞ്ഞല്ലോ, CPMൻ്റെ ഇന്ന് നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുന്ന ഈ മാരകമായ ജീർണത, അത് CPMനെ പിടിപെടുന്ന ഒരു കാലാണത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ മാസപ്പടി കേസിൽ അത് വന്ന് നിൽക്കുകയാണ്. അന്നത് മണിച്ചൻ്റെ പറ്റുപടി ബുക്കിൽ നിന്നാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് മണിച്ചൻ്റെ മാസപ്പടി ബുക്കിൽ പേരുണ്ടായിരുന്ന ഒരാളാണ് സാന്റിയാഗോ മാർട്ടിൻ. വരുന്നത് VS ഗവൺമെന്റിന്റെ കാലത്ത്. ഇത് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം, ഈ ഖൈറുന്നിസ എന്ന് പറയുന്നൊരു സ്ത്രീ മണിച്ചൻ. ഈ മണിച്ചന്റെ മാസപ്പടി ബുക്കിൽ വന്ന പാർട്ടി നേതാക്കന്മാരുടെ പേര് പറയുമ്പോഴാണ് ആ ജീർണത. അന്ന് പ്രധാനപ്പെട്ട ഒരാള് കടകംപള്ളി സുരേന്ദ്രനാണ്. സാഗർ ഓർത്തു നോക്കി, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും ചർച്ച ചെയ്യുമ്പോൾ അതേ പേര് നിൽക്കുന്നത്. ഈ രോഗം CPMന് പിടിപെടുന്ന കാലത്ത് കേരളത്തിൽ ഉടനീളം അതിനെതിരെ വലിയ ചർച്ച SFI DYFI രംഗത്ത് നിന്ന്. ഇന്നത്തെ പോലെയല്ല, അന്ന് അത്തരം ചർച്ചകൾക്ക് കുറേ ഇടണ്ടായിരുന്നു CPMൽ. അങ്ങനെ ഒരു വിമത ശബ്ദം ഉയർത്തി അന്ന് തന്നെ CPMന്റെ സംഘടന, ഇവരുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യം മൂർച്ഛിച്ച് തുടങ്ങുന്ന ആദ്യ ഘട്ടമാണത്. അന്ന് പിന്നെ അതിനൊരു സംഘടിത സ്വഭാവം കൈവരുന്നത് VSന്റെ രൂപത്തിലാണ്. പിന്നീട് VS കീഴടങ്ങുന്നു. സമ്പൂർണ്ണമായും പിണറായി വിജയന്റെ കൈകളിലേക്ക് CPM എന്ന പാർട്ടിയും വലതുവൽക്കരണത്തിൽ അതിൻ്റെ തുടക്കത്തിൽ ഉയർന്ന ശബ്ദങ്ങളിൽ ഏറ്റവും ചെറുത് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ തീരുമാനിച്ച് ഈ പാർട്ടിയോടൊപ്പം നിൽക്കണ്ട, കുറച്ചുകൂടി വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ പറയുന്ന ലെഫ്റ്റ് പൊളിറ്റിക്സ്, പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളൊക്കെ ഉയർത്തുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു നിന്നിരുന്നു. 2010 എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് വാർഡിലേക്ക് ഞാൻ നിങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശത്ത് മത്സരിക്കുന്നത്. അന്ന് എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി ലീഗിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, സുഹൃത്തിനോടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണത്. അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ഈ സുഹൃത്തും കൂടി വാപ്പാടും ഉമ്മടുത്ത് ഊട്ടി ഒതുക്കാൻ ഞാൻ ഈ സുഹൃത്തിനെയും കൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ അന്ന് ഉപ്പയും തീർത്തു പറഞ്ഞു, ഇവൻ നിൻ്റെ കൂട്ടുകാരനല്ല, നീ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർ പിന്നെയും ദീർഘകാലം അവർ രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ച് നിന്നു. പിന്നീടാണ് 2012-13 കാലമൊക്കെ ആകുമ്പോഴേക്കും സജീവമായി മുസ്ലിം ലീഗിൻ്റെ സംഘടനാ രംഗത്തേക്ക് വരുന്നതും ഇങ്ങനെ ലീഗ് രാഷ്ട്രീയത്തിനകത്ത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനൊരു എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പാർട്ടിക്ക് വേണ്ടി ചിന്തിക്കുകയും പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നൊരു കേഡർ എന്ന നിലയിലേക്ക് നമ്മൾ പരുവപ്പെട്ട് വരുന്നത്. ഈ ആദ്യഘട്ടങ്ങളിൽ ലീഗിലേക്ക് ആകർഷിക്കപ്പെടാനുള്ളൊരു പ്രധാന കാര്യം എന്തായിരുന്നു? എനിക്ക് ലീഗ് വളരെ ദൂരെ നിന്ന് ഞാൻ കണ്ടൊരു സാധനമാണ്. ലീഗ് പിന്നെ നമ്മൾ കാണുന്നത് പോലെ ഈ വല്ലാത്ത വർഗീയതയോ സാമുദായികതയോ ഒന്നുമല്ല. ലീഗിൻ്റെ സംഘടനക്കകത്ത് നമ്മൾ CPMൽ അനുഭവിക്കുന്നതിനേക്കാൾ ഊഷ്മളമായൊരു കോംറേഡ്ഷിപ്പൊക്കെ ഉണ്ടെന്ന് എനിക്ക് 2010 ബോധ്യമാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരാളല്ല, ഞങ്ങൾ കുറച്ച് ഈ CPMനോട് വിട്ടു നിൽക്കുന്ന കുറച്ച് പേര്. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഇത് സാമാന്യം തരക്കേടില്ലാത്തൊരു സംഗതിയാണ് എന്നൊരു ധാരണ നമുക്ക് രൂപപ്പെടുന്നുണ്ട്. പിന്നീട് 2011 തെരഞ്ഞെടുപ്പിൽ വലിയ ലീഗിന് 20 സീറ്റൊക്കെ കിട്ടുന്നതോടുകൂടി ലീഗിൻ്റെ ഒരു പൊതു സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു. പിന്നീട് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വെച്ചാൽ അതുവരെ നമുക്ക് ഒട്ടും വിശ്വാസിയല്ലാത്ത, വേണമെങ്കിൽ ഞാനൊരു അവിശ്വാസിയാണെന്ന് ബോധപൂർവം തെളിയിക്കാൻ ചില പരിശ്രമങ്ങളൊക്കെ നടത്തുന്ന
മതത്തെയും അതിൻ്റെ മോറൽ വാല്യൂസിനെയൊക്കെ ഓപ്പണായി ചലഞ്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ഒരു അമിതാവശ്യ പ്രായത്തിൻ്റെ ആയിരിക്കും. ഓപ്പണായിട്ട് മതത്തിൻ്റെതായ എല്ലാ സംഗതികളെയും ചലഞ്ച് ചെയ്ത് പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ജുമുഅത്ത് പള്ളിയുടെ നേരെ താഴെയായിരുന്നു ഈ കാലങ്ങളിലൊക്കെ ദീർഘകാലം ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ പള്ളിയിൽ ജുമുഅക്ക് പോലും ആളുകൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അതിനെല്ലാം ചലഞ്ച് ചെയ്ത് നിന്നൊരാളാണ്. ഈ കാലയളവിൽ 2 വെല്ലുപ്പമാരും ഒരു വെല്ലുമ്മയും മരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അതിലൊന്നും പങ്കെടുക്കാതെ പൂർണ്ണമായും ഈ കൺസെപ്റ്റിനോട് പുറംതിരിഞ്ഞ് നിന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഐഡൻറ്റിറ്റി എന്നൊരു സംഗതിയാണ്. ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും വളരെ ചുരുക്കി ഞാൻ പറയാം, എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം. ഞാൻ അന്ന് ചെറിയ ബിസിനസ് പിടിച്ചതിന് വല്ലാതെ യാത്ര ചെയ്യുന്നൊരു ശീലം എനിക്ക് അന്നേ ഉണ്ട്. ഞാനൊരു ദിവസം ശരിക്കും ഞാൻ ബോംബെയിൽ ചെല്ലുന്നു. ബോംബെയിൽ ചെന്ന് കല്യാണിൽ ഒരു ഹോട്ടലിൽ ഞാൻ റൂം എടുക്കുന്നു. ഞാനവിടെ റൂം എടുത്തിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ അവിടെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. നമ്മളിതുപോലെ ഇരിക്കുന്ന എൻ്റെ എതിർ ടേബിളിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ച് അയാളെ പരിചയപ്പെട്ട അയാൾ കശ്മീരിയായ ഒരു യുവാവാണ്. അപ്പോൾ അയാൾ തൊഴിൽ പറഞ്ഞ് ഈ കശ്മീരി ബ്ലാങ്കറ്റുകളും പുതപ്പുകളും ഒക്കെ ബോംബെയിൽ ഇങ്ങനെ തലയിൽ കൊണ്ട് നടന്ന് ചെറിയ സൈക്കിളൊക്കെ കൊണ്ട് നടന്ന് വീടുകളിൽ കയറി വിൽക്കുന്നൊരു ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, തിരിച്ച് ഒരുമിച്ച് നടന്നു വന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിലാണ് ഈ കക്ഷിയും താമസിക്കുന്നത്. അപ്പം ഞാൻ അന്ന് താമസിക്കുന്നത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്, വീട്ടിൽ നിന്നൊരു പൈസയൊക്കെ വാങ്ങി പോകുന്നതുകൊണ്ട് ആദ്യത്തെ 3-4 ദിവസം നമ്മൾ കുറേ റിച്ചായിരിക്കും. അത്യാവശ്യം ഒരു 10,000 റുപ്യ വാടകയുള്ള റൂം ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. ഇയാളും പറഞ്ഞു ഞാനും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസം. അപ്പോൾ ഞാൻ ഇവനോട് തമാശക്ക് പറഞ്ഞു, നിൻ്റെ കച്ചവടം നല്ല ലാഭം കിട്ടുന്ന കച്ചവടം, നീ നാട്ടുകാരെ നന്നായി പറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ താമസിച്ചുകൊണ്ട് ഈ കച്ചവടം ചെയ്യാൻ പറ്റില്ല, ഡെയിലി 10,000 റുപ്യ നീ ഇവിടെ വാടക കൊടുക്കുന്നത്. അവൻ പറഞ്ഞു ഞാനിവിടെ അല്ല താമസിക്കുന്നത്, ഞാൻ താമസിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു സാധാ വളരെ തുക്കട ലോഡ്ജ് പോലത്തെ ബോംബെയിലൊരു ലോഡ്ജിലാണ്. പക്ഷെ നിങ്ങൾ കാണുന്നില്ല, നല്ല മഴയായതുകൊണ്ട് അവിടുത്തെ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറി എൻ്റെ പുതപ്പുകളൊക്കെ നനഞ്ഞു പോകും, എൻ്റെ സ്റ്റോക്ക്. അതുകൊണ്ട് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ തൽക്കാലം മുകളിൽ കാലിയുള്ള റൂമിൽ തൽക്കാലം താമസിക്കാൻ പറഞ്ഞ് ഞാൻ ഇന്നിവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് രസകരമായി പരിചയപ്പെട്ടു. ഞാനിതിൻ്റെ റിസപ്ഷനിൽ ഒരു മാഗസിൻ എടുത്ത് അവിടെ ഇരുന്നു. ഈ ചെറുപ്പക്കാരൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെട്ടു. ഇവൻ അവിടെ സ്റ്റെപ്പിൽ നിന്നിട്ട് എന്നെ ഷിബു ഭായ് എന്ന് വിളിച്ചു. ഞാൻ ഇവൻ്റെ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ കുബേരൻ സിനിമയിലൊക്കെ ഇവൻ ഈ 2 കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ആജ്മേ ബാദ്ഷാ ജേസെ ജീലുങ്ക, ഞാൻ ചക്രവർത്തിയെ പോലെ ജീവിക്കുന്നു പറഞ്ഞു. ചെറുപ്പക്കാരൻ കയറിപ്പോയി. ഞാനും പുറകെ എൻ്റെ റൂമിൽ ചെന്നു, വാതിലടച്ചു. ഞാനിങ്ങനെ TV ഒക്കെ കണ്ടിരിക്കുന്നു. അപ്പം അന്ന് യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലുന്ന രാത്രിയാണ്. യാക്കൂബ് മേമൻ്റെ ദയാഹർജി പ്രസിഡന്റ് തള്ളുന്നു, തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുന്നു. സഹർജിക്ക് ഓർമ്മയുണ്ടാവും. എന്നിട്ട് വീണ്ടും ഒരു ദയാഹർജിയും കൂടി സുപ്രീം കോടതി കൊടുക്കുന്ന രാത്രി സുപ്രീം കോടതി രാത്രിക്ക് രാത്രി ആ വാർത്ത TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ദയാഹർജി തള്ളി എന്ന് ബ്രേക്ക് ചെയ്ത് അധികം വൈകാതെ എൻ്റെ റൂമിൽ 3-4 പേര് ഒരു ഡോറിനൊരു മുട്ടൽ കേട്ടു. ഞാൻ ഡോർ തുറന്നപ്പോൾ 3-4 പേര് ചാടി എൻ്റെ റൂമിൽ കയറി. ഒരാൾ എൻ്റെ ID കാർഡ് ചോദിച്ചു. എനിക്കപ്പോൾ ഇവർ പോലീസ് ഓഫീസർമാരാണെന്ന് മനസ്സിലായി. ഒരാൾ എന്നോട് പെട്ടെന്ന് എൻ്റെ പേരെന്താണ്, വീട് എവിടെയാണെന്ന് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ എൻ്റെ ID കാർഡുമായിട്ട് ഇവർ ഒത്തു നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഞാൻ പറയുന്നത് കൃത്യമാണ്. ഞാൻ വായിക്കാൻ വേണ്ടി ബെഡിൽ കിടക്കുന്ന വീക്ക്ലീസ് മുഴുവൻ ഇവർ ആ സമയം കൊണ്ട് അരിച്ചു പെറുക്കി. എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ഈ വാർത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ പറഞ്ഞു ഞാനൊരു പൊളിറ്റിക്സൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, ഭക്ഷണം കഴിച്ച് വന്നതാണ്, ഇങ്ങനെ ഒരു ആദ്യത്തെ സംഭവം എന്നുള്ള ആൾക്ക് വാർത്ത കണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവരെൻ്റെ ഇതൊക്കെ തിരിച്ചേൽപ്പിച്ചു. ഇവർ കൺവിൻസ്ഡായി. ഇവരെൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. തൊട്ടപ്പുറ റൂമിൽ നമ്മുടെ ഈ ഏകദിൻക ബാദ്ഷാ താമസിക്കുന്നത്, നമ്മുടെ ഈ കമ്പിളി പുതപ്പ് വിൽക്കുന്ന ചെറുപ്പക്കാരൻ, അയാളുടെ വാതിൽ മുട്ടുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു അസുഖകരമായ ഇത് തോന്നിയിട്ട് ഞാൻ ഈ ഡോറിൽ നിന്ന് ഈ പോലീസ് ഓഫീസർമാർ എന്നെ കാണാതെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ 2-3 മുട്ടി ഇവൻ വന്ന് വാതിൽ തുറന്നു. ആദ്യത്തെ ചോദ്യം, നീ എന്തിനാണ് ഇത്ര വൈകിയത്? എൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ കുറേ കെട്ട് വെച്ചിരിക്കുന്നു. ഇതെല്ലാം തുറക്കാൻ വൈകുന്നു. അവൻ്റെ കയ്യിൽ കുറേ കെട്ടുകൾ എവിടെ ഉണ്ട്, ആ കെട്ടുകളെല്ലാം പരിശോധിക്കുന്നു. എന്നോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ അവനോടും ചോദിക്കണം. അവൻ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. എന്താണ് നിൻ്റെ പേര്? എൻ്റെ പേര് പർവേസ് റസൂൽ എന്നാണ്. എവിടെയാണ് നിൻ്റെ വീട്? എൻ്റെ വീട് കശ്മീരിലാണ്. ഈ ചോദ്യങ്ങൾ ഞാൻ നേരിട്ടതാണ്. പക്ഷെ ഞാൻ കൃത്യമായി അതിന് മറുപടി കൊടുത്തു. എൻ്റെ പേര് ഷിബു എന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്. എന്നെ കണ്ടാൽ പ്രത്യക്ഷത്തിൽ എനിക്കൊരു താടിയില്ല, ഒരു മീശയില്ല, എൻ്റെ മുറിയിലിവിടെ ഒരു മുസല്ലയില്ല. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്ന ഒന്നും എൻ്റെ പേരും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു പേരാണ്. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരാണ്. എനിക്ക് എൻ്റെ പേരിലും
എൻ്റെ ഈ ഈ വേറൊരു ഐഡൻറ്റിറ്റിയിൽ എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്നു. ഇവനത് പറ്റുന്നില്ല. എന്താ വെച്ചാൽ റിസൾട്ട് ഇതാണ് സാഗർജി. ഞാൻ അന്ന് സുഖമായി ആ മുറിയിൽ കിടന്നുറങ്ങി. പക്ഷേ പോലീസ് ഓഫീസർമാർ കശ്മീരിയായ ചെറുപ്പക്കാരനെ അന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഞാൻ രാവിലെ ചോദിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ഈ മേമൻ സ്ട്രീറ്റ്. യാക്കൂബ് മേമനെ തൂക്കി കൊന്നാൽ ആദ്യത്തെ തിരിച്ചടി ഈ മേമൻ സ്ട്രീറ്റിൽ ഉണ്ടാവും എന്ന് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും പോലീസ് നടത്തി പരിശോധനയായിരുന്നു. ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നുവെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ബി എ മുസ്ലിം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മുസ്ലിം ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർ സ്വത്വപരമായി തന്നെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് എന്നെ പഠിപ്പിച്ചൊരു അനുഭവം. അവിടുന്ന് പിന്നെ നമ്മുടെ വായനകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള മാറ്റം വരും. എന്ന് വെച്ചാൽ ലീഗ് ഞാൻ കണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഓളുണ്ടാക്കി ജയിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ ഒരു പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക്കായ ഒരു ഐഡിയോളജി കൂടി ലീഗ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ ആ വായനകളിലേക്ക് എത്തും. അതായത് അതുവരെ വായിച്ചുകൊണ്ടിരുന്നത് വർഗരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ലിബറൽ പരിധി ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ വെർഷനാണ്. അവിടെ ഈ സ്വത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് കമ്മ്യൂണലാണെന്ന് വളരെ നേരത്തെ ഇവരൊരു ഐഡിയോളജിക്കലായി തന്നെ ഒരു ചാപ്പ കുത്തിയിട്ടുണ്ട്. അതല്ല ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന് നമ്മൾ പിന്നെയുള്ള വായനകളിൽ കേവലം മുസ്ലിം ഐഡൻറ്റിറ്റി മാത്രമല്ല, അപ്പം അംബേദ്കറെ ലീഗാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊന്നും നമുക്ക് അന്ന് അറിയില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ പാർട്ടിയെ പറ്റി അഭിമാനം കൊള്ളുകയും അമ്പരപ്പെട്ടു പോവുകയും ചെയ്യണം. അപ്പം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുറേ കൂടി ഷാർപ്പായ ബോധ്യങ്ങളിലേക്ക്. പിന്നെ നമ്മൾ അന്റോണിയോ ഗ്രാംഷിയൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഗ്രാംഷിയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ബോധ്യങ്ങൾ ഷാർപ്പായി. കാരണം ഹെജിമണിക്കെതിരെ സബാൾട്ടൻ മനുഷ്യന്മാരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫാസിസത്തിനെതിരെ മൈനോറിറ്റിയുടെ ഇഷ്യൂ, ബ്രാഹ്മണ്യത്തിനെതിരെ ദളിതരുടെ ഇഷ്യൂ, തൊലി വെളുത്തവർക്കെതിരെ കറുത്തവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പതിതരായ കീഴാള സ്വത്തുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെ നിൽക്കുന്ന വളരെ ഷാർപ്പായ ഒരു അനിവാര്യമായൊരു പൊളിറ്റിക്സ് ആണ് ന്യൂനപക്ഷ എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു. അത് നമുക്ക് നല്ല ആത്മവിശ്വാസം തന്നു. കാരണം ഒരു ഉള്ളിൽ ഒരു ലീഗ് മുസ്ലിം ലീഗുകാരനാവാൻ പോകുന്നത് അവൻ്റെ സമുദായത്തെ അവസാനം അവൻ എത്തേണ്ടടുത്ത് എത്തി, നല്ലൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എത്തേണ്ടത് അതാണ് എന്ന ആ ഒരു ചാപ്പയെ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാവുന്ന അപകർഷതാബോധത്തെ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളുടെ ഭാഷയിലുള്ള ഒരു ഗാംഭീര്യമാണ്. അതായത് ഇപ്പോൾ പ്രസംഗത്തിലും ഇപ്പോൾ നമ്മുടെ സംസാരത്തിലൊക്കെ അത് വരുന്നുണ്ട്. അതിലൊന്നാമത് ഒരു പ്രധാന ഘടകം വായന മനസ്സിലാക്കും. അപ്പോൾ ഈ വായനയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? പൊളിറ്റിക്കലായിട്ടുള്ള സംഗതികൾ തന്നെയാണോ വായിക്കാറുള്ളത് കൂടുതലായിട്ട്? 99% നമ്മൾ ഫിക്ഷൻ വായിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഒരു മലയാളി എന്ന നിലക്ക് നമ്മളോട് അത് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേട് തോന്നുന്ന മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ കുറേ ഫിക്ഷനുകൾ ഞാൻ വായിച്ചില്ല. ഫിക്ഷൻ്റെ കവിതകൾ വായിക്കും. പിന്നുള്ള വായന എന്ന് പറഞ്ഞാൽ പ്രധാനമായും പൊളിറ്റിക്സാണ്. പിന്നെ ആനുകാലികങ്ങളെല്ലാം ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും വിടാതെ വായി. ചന്ദ്രിക, സമകാലിക മലയാളം, മാതൃഭൂമി, അത് 2-3 പേജുള്ള ലേഖനങ്ങളായിരിക്കും. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാധനം തരും. പിന്നെ അങ്ങനെ ഇപ്പം പിന്നെ ഓൺലൈനിലും ധാരാളം നമുക്ക് കിട്ടും. വായിക്കുന്നത് ഇഷ്ടമാണ്, ധാരാളം വായിക്കും. മുസ്ലിം ലീഗിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പ്രധാന ഘടകം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അല്ല, ലീഗ് കൈകാര്യം ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു യഥാർത്ഥത്തിൽ CPMൻ്റെ ഒരു വിമർശനത്തിൽ കാര്യമുണ്ട്. കാരണം ഒരു വംശീയ രാഷ്ട്രീയത്തിലേക്കോ വർഗീയ രാഷ്ട്രീയത്തിലേക്കോ ഏത് നിമിഷവും വഴുതിപ്പോകാവുന്നതാണ് സ്വത്ത് രാഷ്ട്രീയം. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിന് വർഗീയതയുടെയും വംശീയതയുടെയും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ സ്വത്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നതിനേക്കാൾ നമ്മൾ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന ആ പദം ഉപയോഗിക്കണമെന്ന്. അതെ 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 ആ ഒരു വഴി പറയുന്നത് ഇതുകൊണ്ടാണ്. ആ റിസ്ക് പിടിച്ച വഴിയിൽ ലീഗ് ഈ 75 വർഷം സഞ്ചരിച്ച ആ യാത്ര എന്ന് പറയുന്നത് അത് വളരെ മനോഹരം. ഈ ചരിത്രഘട്ടത്തിലൊക്കെ ഒരുപാട് പ്രൊവക്കേഷൻസ് ഉണ്ടായി. ലീഗിൻ്റെ തന്നെ അടിത്തറയിൽ പിലിച്ച് കുലുക്കുന്ന മട്ടിൽ ലീഗ് കുറച്ചും കൂടി ഷാർപ്പാവണം, കുറച്ചുകൂടി പിന്നെ എന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്ന ഈ പറയുന്ന വർഗീയതയുടെ ചെളിക്കുണ്ടിലേക്ക് ലീഗ് കൂടി ഇറങ്ങി നിൽക്കാൻ നേരമായിരിക്കുന്നു എന്ന ചരിത്രത്തിൽ പല സമയത്തും പല ആഹ്വാനങ്ങളും വന്നിട്ടും ലീഗ് അതിന് തയ്യാറായില്ല. താൽക്കാലികമായിട്ട് ഇതിൻ്റെയൊക്കെ പേരിൽ ലീഗിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും ലീഗ് ആ നില ഉയർത്തിപ്പിടിച്ച് നിന്നു. അതിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കരമാണ്. അത് ഇപ്പം കേരളത്തിൻ്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽ നമ്മൾ അഭിമാനത്തോടെ പറയുന്നത്, ഇന്ത്യ മുഴുവൻ BJPക്ക് കീഴടങ്ങിയാലും കേരളം ഒരൊറ്റത്തുരുത്തായി തലയുയർത്തിപ്പിടിച്ച് നിൽക്കുമെന്നാണ്. അവിടെ ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയൊക്കെ യാത്ര ചെയ്യുമ്പം പരസ്പരമുള്ള ഭയമാണ് പ്രധാന. സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ അതാണ്. മുസ്ലിം ജീവിതത്തെക്കുറിച്ച് ഹിന്ദു സമൂഹത്തിനുള്ള ഒരു അജ്ഞത.
തിരിച്ചു രണ്ട് ഭാഗത്തുനിന്ന് ആളുകൾ ഉപയോഗപ്പെടുത്താണ്. പക്ഷെ ലീഗ് ആ അജ്ഞത, സംശയം എല്ലാം ഇല്ലാതാക്കിയത് മാത്രമല്ല, എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയുടെ ഒക്കെ ഒരു സൗന്ദര്യം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കാത്ത ഒരവകാശവും ലീഗ് ഡിമാൻഡ് ചെയ്തിട്ടില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞു, മുടിനാരിഴ വിട്ടുകൊടുക്കില്ല, മുടിനാരിഴ കവർന്നെടുക്കില്ല. അത് വളരെ സുന്ദരമായ ഒരു ബൗണ്ടറിയാണ്. അതിനകത്ത് ജനാധിപത്യ ഭരണഘടനാ സംരക്ഷണം എന്നതാണ് അജണ്ടയാണ്. അതല്ലാത്ത ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന് ലീഗ് പറയുന്നതോടെ അത് മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. ഈ ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഭാഷ എങ്ങനെയാണ് ആർജിച്ചത് എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കർണാടകയിൽ പോയിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു, എന്നാൽ MP ആയിട്ടുള്ള ഒരാൾ അവിടെ സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്തത് കണ്ടു. ഭാഷ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു ടൂൾ കൂടിയാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഇടപെടുമ്പോൾ അതൊരു പ്രധാന ഘടകം. അപ്പോൾ ഷിബുവിന് എങ്ങനെയാണ് ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ശേഷി ലഭിച്ചത്? ഞാൻ സാറിനോട് പറഞ്ഞു, ബിസിനസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ CPM ഒക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ പണം ഉണ്ടാക്കുന്ന പറഞ്ഞൊരു ലാൽ സലാമിൽ നെട്ടൂർ സ്റ്റീഫനെ പോലെ ആയിത്തീരണം എന്ന് വിചാരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ആദ്യം നല്ല സമയത്തൊക്കെ നന്നായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന ബിസിനസ് ഈ പ്ലൈവുഡ്, ഞങ്ങളുടെ പെരുമ്പാവൂർ പ്ലൈവുഡ് നിർമ്മാണത്തിന് ഇന്ത്യയിൽ തന്നെ പേര് കേട്ടൊരു സ്ഥലമാണ്. ഈ പ്ലൈവുഡ് റൈപ്പൂർ, ബോംബെ, ഹൈദരാബാദ് തുടങ്ങിയ മാർക്കറ്റുകളിലേക്കൊക്കെ പിന്നെ കൊണ്ടുപോയി ലോഡ് കണക്കിന് സെയിൽ ചെയ്യുന്ന ബിസിനസ്സായിരുന്നു. അങ്ങനെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഭാഗമായി ഇടയ്ക്ക് പോകും വരും. അങ്ങനെ ഹിന്ദി നമ്മൾ നിരന്തരം സംസാരിക്കാൻ നമ്മൾ നിർബന്ധിതനായി. എന്നാൽ നമ്മൾ പറയുന്നത് വളരെ കൊളോക്കിയൽ ഒരു ഹിന്ദിയാണ്. അങ്ങനെ ഞങ്ങൾ ആഴ്ചയിലൊക്കെ അവിടെ പോയി കിടക്കുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സ് അവിടെയും വായിക്കാൻ ഇഷ്ടമാണ്. ഹിന്ദി എനിക്ക് വായിക്കാനറിയാം. ഞാൻ അവിടുത്തെ ഈ രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങൾ, നമ്മുടെ ഇന്ത്യ ടുഡേയുടെ ഒക്കെ എല്ലാത്തിൻ്റെ ഹിന്ദി വെർഷൻ ഇങ്ങനെ വായിച്ച് ലാംഗ്വേജ് കുറച്ചും കൂടി വൃത്തിയായി ധാരാളം ഹിന്ദി സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ തരക്കേട്ടാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവുന്ന, നിങ്ങൾ പറഞ്ഞ ആളുകൾ ട്രോളാത്ത ഒരു ഹിന്ദി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദി പഠിക്കുന്നതിൻ്റെ ആനുപാതികമായി തന്നെ ഈ കച്ചവടം നല്ല വൃത്തിക്ക് അങ്ങോട്ട് പൊട്ടി. ഒരു 10-70 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ബാധ്യത ഉണ്ടാക്കി വെച്ചു. ഇടയ്ക്ക് ഉപ്പയും ഞാനും കൂടി പണിതൊരു വീടൊക്കെ ഈ കച്ചവടത്തിൻ്റെ ലാഭം സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഭാഗം ലാഭം കിട്ടിയത് ഭാഷ പഠിച്ചു ആകെ. എന്താ ഞാൻ എൻ്റെ ബാബു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും നിങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഹിന്ദി 10 പൈസ ചിലവില്ലാത്ത ഹിന്ദിയാണ്. എൻ്റെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-20 ലക്ഷം റുപ്യ ചിലവാക്കി പഠിച്ച ഹിന്ദിയാണ്. അതുകൊണ്ട് എൻ്റെ ഹിന്ദിക്ക് ഇത്തിരി ഇത് കൂടി ഞാൻ തമാശക്ക് പറയാം. ഇന്ത്യയിൽ ആരും ഭാഷ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചിലവേറിയ ഒരു ഭാഷയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലാണ് ഷിബു മീരാൻ ഒരു പ്ലേസ്മെന്റ് കിട്ടിയത്. അതെ അതെ. അപ്പോൾ അതിനൊരു കാരണം ഈ ഭാഷ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ലീഗിൽ വന്നെങ്കിലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു പൊതുയോഗത്തിനൊക്കെ പോകുന്ന, അധികം ആരും അറിയാത്ത ഒരാളായിരുന്നു. പിന്നീടാണ് 2016 ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഹരിത യുവനം എന്നാണ്. അവർ നോർത്ത് ഇന്ത്യയിൽ ഒരു റിലീഫ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് തയ്യൽ മെഷീനുകൾ, പിന്നെ ബനാത്വാല സാഹിബിനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു 30 സ്ത്രീകളുടെ പങ്കെടുക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് പിന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു നാഗ്പൂരിൽ. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ ഞാനന്ന് അവിടെയൊക്കെ പോയാൽ പരിചയമുള്ളതാണ്, അവരെ എന്നെയാണ് ഏൽപ്പിച്ചത്. അവിടെ പോയി ഞാനതിൻ്റെ ഗുണഭോക്താക്കളൊക്കെ കണ്ടെത്തി തിരിച്ചുവിടെ വന്ന് ആ പണം കൈമാറുന്ന ചടങ്ങ് നടക്കുന്നത് പാണക്കാട് മുനോർത്തങ്ങളെ വീട്ടുമുറ്റത്ത് വെച്ചാണ്. അന്നപ്പോൾ ഈ പൈസ ഏറ്റുവാങ്ങാൻ ഈ മഹാരാഷ്ട്ര എന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി മുനോർത്തങ്ങളും സുബേർക്ക് എന്നവിടെ ഉണ്ട്. സുബേർക്കാണ് പൈസ പരിപാടി പങ്കെടുത്ത ഒരാൾ. അന്ന് ഞാനൊരല്പസമയം സംസാരിച്ചിട്ടാണ് ഈ ലാംഗ്വേജ് വശമുണ്ടെന്നുള്ളത് നേതാക്കൾക്ക് ബോധ്യമാണ്. പിന്നീട് ബാംഗ്ലൂരിൽ യൂത്ത് ലീഗ് ദേശീയ സമ്മേളനം നടന്നപ്പോൾ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ക്ഷണിച്ചെത്തിക്കാനും അവരുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ എന്നെ ചുമതലപ്പെടുത്തി. അന്ന് തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽ ഈ ഭാഷ ഉള്ളത് കൊണ്ട് എക്സിക്യൂട്ടീവ് മെമ്പറായി ഉൾപ്പെടുത്തി. അവിടെ നിന്നാണ് പിന്നീട് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയിൽ ഇവരുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരുന്നത്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ യൂത്ത് ലീഗിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നു. അതിനുശേഷം വൈസ് പ്രസിഡൻ്റായി, ഇപ്പോൾ ഓർഗനൈസിങ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ ദേശീയ തലത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ബുൾഡോസർ രാജുകൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഇങ്ങനത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിക്കുകയും അതിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇടപെടലുകളിൽ മനസ്സിൽ തട്ടി ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ നാട് പോലെയല്ല, ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗുകാരനായിട്ട് ഇടപെടാണ്, മുസ്ലിം ലീഗുകാരനായിട്ട് പോകുന്നു, മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്സ് പറയാൻ ഉത്തരേന്ത്യയിൽ ഭയക്കണം എന്ന് പറയുന്ന ആളുകൾ
ധാരാളമുണ്ട്. നമ്മൾ കൊടി ഉപയോഗിക്കാൻ പേടിയാണ് എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് വെല്ലുവിളികൾക്കിടയിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തേത്, നിങ്ങളുടെ ഈ ഇടപെടലുകൾക്കിടയിൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലം ഇപ്പോൾ 2017 ഏപ്രിൽ 27 യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി ബംഗളൂരു ടൗൺ ഹാളിൽ കമ്മിറ്റി ഉണ്ടാവും. ആ ഈ ഒരു കാലത്തിൻ്റെ സവിശേഷത പിന്നെ സാറിനറിയില്ല എന്ന് വെച്ചാൽ ഈ അതിതീവ്രമായി ഈ അറ്റാക്ക് ആരംഭിക്കുന്നൊരു ഘട്ടമാണിത്. ആദ്യഘട്ടത്തിൽ തുടർച്ചയായ ആൾക്കൂട്ട കൊലപാതകം, ഈ അഖ്ലാഖിൻ്റെ സംഭവം, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊന്ന് ജുനൈദിൻ്റെ ഈ കൊലപാതകമായിരുന്നു. ഒരു ഓടുന്ന ട്രെയിനിൽ വെച്ചാണ് ആ കുട്ടി. പിന്നീട് ഇങ്ങോട്ട് എണ്ണമറ്റ കലാപം ഉൾപ്പെടെ ഉണ്ടായി വരികയാണ്. അപ്പം അതിനകത്ത് നമ്മൾ UP-യിൽ ഒരു ഹാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മളൊരു ബൈത്തുറഹ്മ ഫാമിലിക്ക് എടുത്തു കൊടുത്തിരുന്നു. ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഗൃഹനാഥനാണ് കൊല്ലപ്പെടുന്നത്. ഏറ്റവും ഇളയ കുട്ടിയാണെങ്കിൽ ഓപ്റ്റിസ്റ്റിക്കായ ഒരു ചൈൽഡാണ്. അവിടെ അവിടെ തന്നെ ഒരാൾ ഭൂമി തരുന്നു, നമ്മൾ അവർക്കൊരു ബൈത്തുറഹ്മ അവിടെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കത്വ കേസ് വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ, കത്വ കേസ് യൂത്ത് ലീഗ് നാഷണൽ കമ്മിറ്റി ഒരുപാട് വിമർശനം കേട്ടതാണ്. ആളുകളുടെ ധാരണ നമ്മൾ ആ കേസ് ജയിച്ച അന്നോ മറ്റോ അറിയാതെ അവിടെ എത്തിപ്പെട്ടവർ എന്നാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ ഫാമിലിയെ കാണാൻ ബഷീർക്ക് ആ ഫാമിലിയെ ആ സംഭവം നടന്ന തൊട്ട് പിറകെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് തന്നെ അവർക്ക് എല്ലാ സഹായം കൊടുക്കണം നമ്മൾ തീരുമാനിക്കുന്നു. എന്നിട്ട് അന്ന് കുഞ്ഞാൽ സാഹിബ് MP ആണ്. കുഞ്ഞാൽ സാഹിബിൻ്റെ വീട്ടിലാണ് നേതാക്കന്മാരും ഞങ്ങളും യോഗം ചേരുന്നത്. അപ്പോൾ ഈ ലീഗൽ ഫൈറ്റിനൊക്കെ അന്ന് നേതൃത്വം കൊടുത്ത അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് താലിബ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് ലീഗ് ഇതിൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ ഞങ്ങളൊക്കെ നിൽക്കാം എന്ന് പറയുന്നു. ഈ പെൺകുട്ടിയുടെ പിന്നെ പിതാവിൻ്റെ വക്കാലത്തുള്ള മുബീൻ ഫാറൂഖി എന്ന പഞ്ചാബിയായ വക്കീലിൻ്റെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നു. നമ്മൾ മുബീൻ ഫാറൂഖിയെ വിളിക്കുന്ന സന്ദർഭത്തിൽ ഇയാൾ ഒരു താല്പര്യം കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇയാളെ തേടി ഇയാളുടെ നാട്ടിൽ എത്തുന്നു. മലർക്കോട്ട്ല എന്ന് പറയുന്ന പഞ്ചാബിൽ അവിടെ എത്തി നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ മൂപ്പര് പറയാണ്, ഇത് സഹായിക്കാമെന്ന് പറഞ്ഞ് നിരന്തരം എനിക്ക് ഫോൺ കോളാണ്. ഈ വിളിക്കുന്നവർ പലരും ഏത് തരക്കാരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന് വലിയ താല്പര്യം കാണിക്കായിരുന്നത്. പക്ഷെ നിങ്ങൾ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ അവസാനം വരെ നിൽക്കുന്നൊരു ബോധ്യമാണ്. കാരണം 3-4 MP-മാരുള്ള അദ്ദേഹത്തിന് കേട്ടാൽ തിരിച്ചറിയാവുന്ന നേതാക്കന്മാരൊക്കെ ഉള്ളൊരു പാർട്ടി ആണ് ഞങ്ങളെ പറഞ്ഞയച്ചത് എന്ന ഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകാം. 2 ചോദ്യങ്ങൾ. ഒന്ന്, ഒരു ക്രൈം നടന്നാൽ പ്രോസിക്യൂഷൻ വക്കീലന്മാരുണ്ടാവുമല്ലോ, പിന്നെ എന്തിനാണ് ലീഗ് പോയിട്ട് സഹായിക്കുന്നത്? ഇവിടെ പലരും, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ അന്നൊന്നും ഉന്നയിച്ചൊരു ചോദ്യമാണ്. പ്രോസിക്യൂഷൻ തന്നെയാണ് ആ കേസ് നടത്തുന്നത്. പക്ഷേ ഈ കേസിൻ്റെ വിചാരണ സുപ്രീം കോടതി ഇടപെട്ട് പത്താൻകോട്ടിലേക്ക് മാറ്റണം. പത്താൻകോട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഡൽഹിയിൽ നിന്ന് അവിടേക്ക് നല്ല ദൂരമുണ്ട്. ട്രെയിനിന് തന്നെ 10-14 മണിക്കൂർ വേണം. അത്ര ദൂരെയുള്ളൊരു സ്ഥലത്താണ് ഈ കേസിൻ്റെ ട്രയൽ നടത്തുക. ആ ഗവൺമെൻറ് പിന്നെ ഈ ക്രൈം നടക്കുമ്പോൾ PDPയും BJPയും സംയുക്തമായും ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മന്ത്രിമാരടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലികൾ നടന്നത്. സുപ്രീം കോടതിയാണ് കേസ് മാറ്റി പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രോസിക്യൂഷൻ അഭിഭാഷകരെയൊക്കെ വെക്കുന്നത് പിന്നെ അന്നത്തെ ആ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് മെഹബൂബ മുഫ്തി ഉണ്ടെങ്കിലും BJPക്ക് നിർണായക നിയന്ത്രണമുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു. നമുക്ക് ആ വക്കീലന്മാർക്ക് അതിൻ്റെ ചാർജ് ഷീറ്റ് അടക്കം 10-10,000 വരുന്ന ഡോക്യുമെൻറ്റ്സ് കൃത്യമായി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോലും പല സന്ദർഭങ്ങളിലും സൗകര്യം ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിൻ്റെ വിറ്റ്നസ്സിനെ എത്തിക്കണം. ഈ പിതാവ്, അദ്ദേഹം ക്രൈം സീനിലുള്ള ആളാണ്, ഒരു സാക്ഷിയും കൂടിയാണ്. ആ മനുഷ്യന് കൃത്യമായി കോടതിയിൽ ഹാജരാവണം. ഇതൊക്കെ ഫാമിലിയും കൂടി സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പ്രോസിക്യൂഷൻ അതിലേക്ക് ഒരു താല്പര്യം കാണിക്കാം. പ്രോസിക്യൂഷൻ നന്നായി നടത്തിയൊരു കേസാണ്. ആ സപ്പോർട്ടീവ് റോളിൽ നമ്മളെടുത്തിട്ട് പറഞ്ഞാൽ ഇവർ നമ്മളിട്ട 1-2 ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി പോയവരാണ്. സത്യത്തിൽ സാഹിബ് നമ്മൾ അവിടെ ആ ഫോട്ടോ എടുത്ത യാത്രകൾ മാത്രമല്ല, അത്രയും വലിയൊരു ക്രൈമിൻ്റെ ട്രയൽ അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വിറ്റ്നസ് അവിടെ എത്തണമെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. ആ വിറ്റ്നസ് കശ്മീരിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരണം. അവർക്ക് അവിടെ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കോടതിയിൽ ഹാജരാകണം, വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അങ്ങനെ ഒരു വലിയ എഫർട്ടായിരുന്നു ആ കേസ്. ഈ പെൺകുട്ടിയുടെ പിതാവ്, ഇപ്പോൾ അധികാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അവളുടെ പേര് നമുക്ക് പറയാം. ആ പെൺകുട്ടിക്ക് ആക്ച്വലി ബയോളജിക്കൽ ഫാദറും ഉണ്ട്, അഡോപ്റ്റഡ് ഫാദറും ഉണ്ട്. ശരിക്കും കുട്ടി ഉണ്ടായിട്ട് സഹോദരിക്ക് വളർത്താൻ കൊടുക്കുകയാണ്. ആ വീട്ടിൽ വെച്ചാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ശരിക്കും കത്വ പെൺകുട്ടിയുടെ അഡോപ്റ്റഡ് ഫാദറാണ്. കേസിലെ പെറ്റീഷണർ മൂപ്പര് തന്നെയാണ്. മൂപ്പരാണ് ആ കുട്ടിയെ വളർത്തിയിരുന്നത്. എന്നാൽ ബയോളജിക്കൽ ഫാദർ വേറെയാണ്. അങ്ങനെ ഒരു ഇതൊന്നും അധികാർക്കും അറിയില്ല, നമ്മൾ അധികാരം എടുത്ത് പറഞ്ഞിട്ടില്ല.
ഈ അഡോപ്റ്റഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു വരി എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത, പുറം ലോകം കണ്ടിട്ടില്ലാത്ത പരമനിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഈ കുതിരമേച്ച് നടക്കുന്ന എനിക്ക് ഈ മൂപ്പരെ കേസിൻ്റെ ഡേറ്റൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് മുബീൻ ഭായ് എന്നെയാണ് വിളിച്ചു പറയുക. ഞങ്ങൾ അവിടെ ഒരു കടയുണ്ട്, ഈ രസ്ന എന്ന് പറയുന്ന ഇവരുടെ നാട്ടിലൊരു കടയുണ്ട്. ആ കടയിൽ വിളിച്ചിട്ട് ഇദ്ദേഹം വന്നാൽ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. കാരണം ഇദ്ദേഹം ഈ ആടിനും കുതിരയ്ക്കും ഭക്ഷണം വാങ്ങാൻ ഈ കടയിൽ വരും. മൊബൈലൊന്നും മൂപ്പര് ഉപയോഗിക്കില്ല. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ വക്കീൽ വിളിച്ചിരുന്നു പറഞ്ഞാൽ വേഗം മുബീനെ വിളിക്കും, എന്നെ വിളിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ മൂപ്പര് പുറപ്പെട്ട് കോടതിയിൽ. ഈ ഒരു സുപ്രഭാതത്തിൽ മുബീൻ ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, സുബൈർക്ക് ഞാനും ബാബുവും നിങ്ങൾ പെട്ടെന്ന് പുറപ്പെടണം, കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് മറ്റന്നാൾ പറയാൻ പോകണം. ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കയറി ഒരു ഡൽഹി ചെന്നപ്പോൾ, പിന്നെ പുലർച്ചെയാണ് ഡൽഹിയിൽ നിന്ന് പത്താംകോട്ടിലേക്ക് ട്രെയിനുള്ളത്. ആ ട്രെയിൻ കാത്തൊരു രാത്രി മുഴുവൻ ഞങ്ങളവിടെ ഇരുന്ന് പുലർച്ചെ ട്രെയിനിൽ കയറി കൃത്യസമയത്തോടെ എത്തിപ്പെട്ടു. ഈ യാത്രക്കിടയിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തോട് തിരിച്ചു വിളിക്കാൻ. വിളിക്കുന്നേ ഇല്ല, ആ വിളി വരുന്നേ ഇല്ല. ഞങ്ങൾ പലവട്ടം ഈ കടയിൽ വിളിച്ചു. അപ്പോൾ കടക്കാരൻ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് കാര്യമില്ല, മൂപ്പര് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ വരുന്നെങ്കിൽ പറയുക, അത് കാത്തിരിക്കാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം അന്വേഷിച്ച് പോയാൽ ഈ മൃഗങ്ങളെ കൊണ്ട് ഇവിടെ എവിടെയാണ് ഉണ്ടാവുകയെന്ന് പറയാൻ കഴിയില്ല. ദുവാരെന്ന് കാത്തിരിക്കലേ നിർത്തില്ല. അങ്ങനെ നമ്മൾ കോടതിയിൽ ചെല്ലുന്നു. ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല, അദ്ദേഹം വന്നിട്ടില്ല. മുബീൻ ഫാറൂഖിയോടൊപ്പം നമ്മൾ കോടതി പരിസരത്തേക്ക് ചെല്ലുന്നു. അപ്പം പോകുന്നതിനിടയിൽ ഈ കേസ് വിധി പറയാനിരിക്കുന്ന ജഡ്ജിയുടെ ഭാര്യയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ അന്ന് പഞ്ചാബും BJP ഭരിക്കുകയാണ്, വിവരാവകാശ കമ്മീഷണറുടെ പോസ്റ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്തിനാണെന്ന് അറിയണം. നമ്മുടെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ്. കിലോമീറ്ററുകൾ ദൂരം ഞങ്ങളുടെ വണ്ടി തടഞ്ഞു നിർത്തുന്നു. മുബീൻ ഫാറൂഖ്, സുബൈർക്ക് ഞങ്ങൾ നടന്നു പോകുന്നു. പത്താംകോട്ടിലെ കോടതി പരിസരത്ത് ചെല്ലുമ്പോൾ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ 2-3 കശ്മീരിൽ നിന്ന് വന്ന് കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രതികൾ ഇന്ന് വെറുതെ വിടുമ്പോൾ വിജയാരവങ്ങളോടെ അവിടെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ബന്ധുക്കൾ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ഓർത്തു ഈ പെൺകുട്ടിയുടെ ഉപ്പ അവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല, പെൺകുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ, യഥാർത്ഥ പിതാവ് അവിടെ എത്തിയിട്ടില്ല. കുടുംബത്തിൽ നിന്ന് അവരാരും ആ കേസിൻ്റെ വിധി പറയാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ ആ കോടതി മുറ്റത്തുണ്ട്. അവിടെ പ്രോസിക്യൂഷൻ അഭിഭാഷകരുടെ റൂമിൽ ഞങ്ങൾ കയറിയിരുത്തി കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ പതിയാൻ ഉച്ചകഴിഞ്ഞ് മാറ്റിവെച്ചു. ഞങ്ങൾ കോടതിയുടെ പുറത്തേക്ക് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. ഈ പ്രോസിക്യൂട്ടർമാർക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണം അവർ ഞങ്ങൾക്ക് മുബീൻ ഫാറൂഖിക്കും തന്നു. അങ്ങനെ വിധി പറഞ്ഞ് ശിക്ഷിച്ചതോടെ ഈ മുബീൻ ഫാറൂഖി ഏതാണെന്ന് ചോദിച്ചവരുണ്ടെന്ന് ഈ വിവാദം ഉണ്ടായപ്പോൾ. ഇത് ലീഗ് എവിടുന്നോ പൊക്കിക്കൊണ്ടുവന്ന വക്കീലാണ്. പക്ഷെ അന്നത്തെ നാഷണൽ മീഡിയ മുഴുവൻ പരിശോധിച്ചോ, ഇന്ത്യയിലെ മുഴുവൻ നാഷണൽ മീഡിയയോടും ഈ ഫാമിലിക്ക് വേണ്ടി ഇത് ബ്രീഫ് ചെയ്യുന്നത് മുബീൻ ഫാറൂഖിയാണ്. അയാളുടെ തൊട്ടുപുറകിൽ നമ്മൾ അന്നേരം നിൽപ്പുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ശിക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ ഈ കോടതി മുറിയുടെ മുറ്റത്ത് വെച്ച് ബന്ധുക്കൾ പ്രകോപനം സൃഷ്ടിക്കുന്നത്. അവരെന്നിട്ട് അവിടെ നിന്ന് നല്ല എന്നെയും ഈ മുബീൻ ഫാറൂഖിനെയും സുബൈർ ഖാനെയും ബാബുവിനെയും കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറി വിളിക്കുന്നത് ഇപ്പോഴും എനിക്ക് എന്നുവെച്ചാൽ ഒരു മോബ് കലിയിളകി വരുന്നത് നമ്മൾ കാണുകയാണ്. ഞങ്ങൾ 4 പേര്, ഈ പ്രോസിക്യൂട്ടർമാരൊക്കെ അപ്പോഴേ മടങ്ങി, അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞങ്ങൾക്കിതൊന്നുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും ഭ്രാന്ത് പിടിക്കാവുന്ന ഒരാൾക്കൂട്ടത്തിൻ്റെ നടുക്ക് ഞങ്ങൾ 4 പേര് നിൽക്കുകയാണ്. അപ്പോൾ ഈ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഈ മുബീൻ ഇതിൻ്റെ തിരക്കിലാണ്. ബാബു എന്നോട് ചോദിക്കുന്നുണ്ട് എന്തോ ഞാൻ പറഞ്ഞു അർത്ഥമൊന്നും ഇപ്പോൾ പറയാൻ നേരില്ല, പച്ചത്തെറിയാണെന്ന് മാത്രം. അങ്ങനെ തെറിവിളികളുടെ നടുവിലൂടെ എന്നിട്ടും നമ്മൾ അവിടെ നിന്ന് പോകുന്നില്ല. കോടതി മുഴുവൻ വിജനായി, അവിടെ ആകെ ഇരുട്ട് വീണു. മുബീൻ പറഞ്ഞു ജഡ്ജ്മെൻറ്റ് വാങ്ങിക്കൊണ്ടല്ലാതെ നമ്മൾ ഇവിടുന്ന് പോയിക്കൂടെ, എന്ത് സംഭവിച്ചാലും ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി കിട്ടണം. ആ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പോലീസ് ജീപ്പിൻ്റെ പിറകിൽ സുബൈർക്ക് ഇങ്ങനെ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി നിൽക്കുകയാണ്. ഞങ്ങൾ ചെന്നിട്ട് സുബൈർക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം, അവരെ ജയിലിലേക്ക് കൊണ്ടുപോകണം, അത് ഇന്ന് ലോകം കാണണം എന്ന് പറഞ്ഞിട്ട് ആ പ്രതികൾ ഓരോരുത്തരായി ഒപ്പിട്ട് ആ ലോറിയിൽ കയറി ജയിലിലേക്ക് പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. അത് നമ്മുടെ ഒരു വിജയാഹ്ലാദോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമല്ല, പക്ഷേ അത്രമേൽ പിന്നെ ഡൗൺ എന്ന് പറയാൻ നമ്മൾ ഇന്ത്യയിൽ പറയാവുന്ന ഏറ്റവും മരുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ എല്ലാ ഫാമിലിക്ക് പോലും അവിടെ എത്തിപ്പെടാൻ കഴിയാത്തത് നമ്മൾ അവിടെ എത്തിയത് ചെയ്തു എന്നുള്ളത് ലോകത്തോട് അന്ന് പറഞ്ഞത് നമ്മളാണ്. എന്നിട്ട് അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഞങ്ങൾ സ്ഥിരമായി പോയാൽ കാണാറുള്ള ഒരു പണ്ഡിതനും അവരെല്ലാം വന്നിട്ട് നിങ്ങൾ ആ കുട്ടിക്ക് നീതി കിട്ടുന്നത് കാണാൻ സാക്ഷിയായിട്ട് ആ പക്ഷത്തുണ്ടായിരുന്നു നമ്മൾ മാത്രമല്ല, അവളുടെ ഉപ്പയോ കുടുംബം ഒന്നുമില്ല, അവളുടെ സഹോദരങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും അന്ന് നമ്മൾ ആ വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവരെ എത്ര കള്ളക്കഥ പറയാൻ ശ്രമിച്ചാലും അത് യൂത്ത് ലീഗിൻ്റെ ദേശീയ ഇടപെടലുകളുടെ ചരിത്രത്തിലെ
ഏറ്റവും മനോഹരം. ഇപ്പോഴത്തെ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നമ്മുടെ അപ്പീലുണ്ട്, ഈ പ്രതിഭാഗത്തിൻ്റെ അപ്പീലുണ്ട്. അന്ന് ഒരു പ്രതി, ആ പ്രതിയുടെ കാര്യത്തിൽ അയാൾ മൈനറാണോ മേജറാണോ എന്നൊരു ലീഗൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. മൈനറാണെങ്കിൽ ജുവൈനൽ ജസ്റ്റിസാണ്, മേജറാണെങ്കിലാണ് അന്ന് അത് തീരുമാനമാവേണ്ടി കിടക്കായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഇയാൾ മേജറായിരുന്നു, ക്രൈം നടക്കുമ്പോൾ മേജറായിരുന്നു എന്ന് കണ്ടെത്തി ആ ട്രയലും ഇപ്പോൾ പത്താംകോട്ടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലും. ഏറ്റവും വലിയ വിരോധാഭാസം ഇപ്പോഴും യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ അതിന്റെ പഴി കേട്ടുകൊണ്ടിരിക്കുക. അതെന്ന് വെച്ചാൽ ഒരു മര്യാദയില്ലാതെ അറ്റാക്ക് ചെയ്തെന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭ നമ്മൾ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പക്കത്തെത്തിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ബോധപൂർവം ഇത് നമുക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഫിറോസിനെ തോൽപ്പിക്കുക എന്നുള്ളൊരു അജണ്ട, പിന്നെ നമ്മുടെ ഈ ഇടപെടലുകളുടെ വിശ്വാസ്യത തകർക്കുക എന്നുള്ള അജണ്ടയുടെ എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. ഈ നിരക്ഷരനായ മനുഷ്യനെ അന്നത്തെ കശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് വഴി നിരന്തരം ഇവരിവിടുന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിരന്തരം ബന്ധപ്പെടാനും നമുക്കെതിരെ പറയിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഇപ്പം അതിനുശേഷം നമ്മുടെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞില്ല, ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു. സുബൈർക്കയും ഫൈസൽ ബാബുവും ഇവിടുന്ന് നേരെ പോയത് കശ്മീരിലേക്കാണ്. കാരണം ഞാനീ പറഞ്ഞ നമ്മുടെ കത്തുവ പെൺകുട്ടിയുടെ മൂത്ത സഹോദരിയുടെ വിവാഹമായിരുന്നു. മുബീൻ ഫാറൂഖിയെ കൂട്ടി അവർ പോയി. എനിക്ക് ആ വിവാഹത്തിൽ നമ്മൾ പങ്കെടുത്തു. ആ കുടുംബത്തെ അപ്പോഴും നമ്മൾ ചേർത്ത് പിടിച്ചു. നമ്മുടെ ഒരു സന്തോഷവും 2023 മാർച്ചിൽ എന്ന് വെച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ ആ കുടുംബവുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധം നമ്മൾ കൊണ്ടു നടക്കുന്നു. നമ്മളത് ഇപ്പോഴും ആ കേസിൻ്റെ ഫോളോ അപ്പ് മുബീൻ ഫാറൂഖി വഴി നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ അപ്പീൽ പെൻഡിങ് ആണ്. അപ്പീലായതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു ലാഗിങ് ഒക്കെ, കുറച്ച് പ്രതികളിൽ ജാമ്യം കിട്ടുകയും ചെയ്തു കേട്ടോ. ഇനി അതൊരു കോൺട്രവേഴ്സി ആക്കി കളയും. ശിക്ഷയുടെ പകുതി കാലാവധി പൂർത്തിയായതിൻ്റെ ഇളവ് കിട്ടി കുറച്ച് പേരിപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. അതിനെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. ഓക്കെ. നമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. എസ്പെഷ്യലി നമ്മൾ ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന പേരിൽ ഒരു ആസ്ഥാന മന്ദിരം, ചരിത്രത്തിൽ ആദ്യമായിട്ട് സർവ്വസജ്ജമായ ഒരു ആസ്ഥാന മന്ദിരം ഡൽഹിയിലുണ്ടായിരുന്നു. അതായത് BJP ഭരിക്കുന്ന ഇന്ത്യയിൽ, BJP ഭരിക്കുന്ന ഡൽഹിയിൽ, BJP ഭരിക്കുന്ന കോർപ്പറേഷനിൽ നമ്മുടെ ഒരു ആസ്ഥാനം ഉയർന്ന ഒരു ഘട്ടം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. അതായത് ഈ ഇത്രയും അധികം ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ഭീകരമായ ആക്രമണം. അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ സ്വത്വത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നൊരു ഘട്ടത്തിൽ ഈ കൊടി പിടിച്ച് ഈ പേരുമായിട്ട് ഇനിയും എങ്ങനെയാണ് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു പ്രതീക്ഷകൾ വേണമല്ലോ. എന്തൊക്കെയാണ് ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയാൻ കഴിയും? അതായത് ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് കാണിച്ച ഒരു മാതൃകയുണ്ട്. എന്നുവെച്ചാൽ എവിടെയെങ്കിലും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആർക്കും കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാൻ കഴിയാത്തവണ്ണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, കലാരംഗങ്ങളുടെ മുഴുവൻ മെയിൻ സ്ട്രീമിലേക്ക് ലീഗ് ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്നാൽ അത് എന്തിനെങ്കിലും തകർത്തുകൊണ്ട് ഒരു ഇടിച്ചു കയറ്റമാണെന്ന് ആർക്കും തോന്നാത്തവണ്ണം വളരെ നാച്ചുറലായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനകത്ത് ഈ മറുഭാഗത്തു നിന്നുള്ള വർഗീയ പ്രചരണങ്ങൾക്ക് ഒരു സ്പേസും കൊടുക്കാത്തതുപോലെ കേരളത്തിൽ നമ്മൾ ഈ ബഹുസ്വരതയ്ക്കകത്ത് മുസ്ലിം വേറെ, ഹിന്ദു വേറെ, ക്രിസ്ത്യാനി വേറെ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം നമ്മളതിനെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഉത്തരേന്ത്യയിലെ മുസ്ലിം ക്വസ്റ്റ്യൻ അതൊരു ഭീകരമായ ചോദ്യമാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിലേറെ ഭീകരമായിട്ട് ഈ സമീപകാലത്തൊക്കെ നമ്മൾ തൊപ്പി വച്ചവനെ വേട്ടയാടുന്നു. നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളൊരു കാര്യം എന്നാൽ തൊപ്പി ഒരു മതത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൻ്റെ പേരിൽ ആളുകളെ തിരിച്ചറിയുന്നു, അവരെ മോബ് അറ്റാക്ക് ചെയ്യുന്നു, അവരെ ലിഞ്ച് ചെയ്യുന്നു. സെയിം പ്രശ്നമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്നത്. അവരുടെ തിരുവസ്ത്രം കണ്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ദിവസം പോലും സ്ഥാനവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറയാണ് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഡൽഹിയിൽ 3 വർഷങ്ങൾക്ക് മുൻപ് കണ്ടു, സുജൂദിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഡൽഹി പോലീസ് വന്ന് നാഭിക്ക് ചവിട്ടുന്നു. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ അറ്റാക്ക് ശ്രദ്ധിച്ചോ, എല്ലാം ഞായറാഴ്ചകളിലാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മതപരിവർത്തനാണെന്ന് പറഞ്ഞാൽ അവിടെ ചർച്ചകൾക്കകത്ത് കയറി ആളുകൾ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും ഇത് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് ബജ്രംഗ് ദളാണ്. ബജ്രംഗ് ദൾ ഒരു നിയമ സംവിധാനത്തിനും പിടികൊടുക്കാതെ ഉത്തരേന്ത്യയിൽ ഭീകരമായ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെ ഈ മാതൃക അങ്ങോട്ട് കൊണ്ടുപോവുക,
ഈ രണ്ട് കമ്മ്യൂണിറ്റികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിദ്വേഷ പ്രചരണങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് കയറിക്കുന്നു. സംഘപരിവാർ പറയുന്നത് മുഴുവൻ നുണയാണ്. നമ്മൾക്കും നിങ്ങൾക്കും നമ്മൾക്ക് ഇവിടുത്തെ ഹിന്ദുവിന് ഇവിടുത്തെ മുസ്ലിമിന് ഒത്തുചേർന്ന് ഒരു ജീവിതം സാധ്യമാണ്. ആ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്ന് അപ്പോളജൈസ് ചെയ്യാതെ ഞാൻ പറയുന്നു. ഇപ്പം മംദാനിയുടെ പ്രസംഗത്തിൽ ഏറ്റവും രസകരം, ഐ എം എ മുസ്ലിം, ഐ എം എ സോഷ്യലിസ്റ്റ്, അയാളുടെ അടുത്ത വരെയാണ് ആൻഡ് ഐ ആം നോട്ട് റെഡി ടു അപ്പോളജൈസ് ഫോർ ദാറ്റ്. അതിൻ്റെ പേരിൽ എനിക്ക് അപകർഷതാബോധമില്ല. ആ അടയാളങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്താണ്. എന്നാൽ അമേരിക്ക പോലെ ഒരു അൾട്രാ ലിബറലായ ഒരു കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ അയാൾ സ്വീകാരം. അതുപോലെ ഒരു അപകർഷതാബോധവുമില്ലാതെ ഇതേ പതാകയും ഇതേ പേരും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ പബ്ലിക് സ്പേസിൽ കയറി നിൽക്കുക. നമ്മുടെ നിറമൊന്നുമല്ല, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കുക. അവിടെ ലീഗിൻ്റെ ഐഡിയോളജി, പൊളിറ്റിക്കൽ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയാൽ ഈ കേരളത്തിലെ ഒന്നും വേണ്ട. നിങ്ങളൊക്കെ എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഷെരീഫ് സാറ് ആ തലമുറയിലെ ഇലമുറക്കാരാണ്. ആ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ ഉറുദുവിലാക്കിയിട്ട് കൊണ്ട് കൊടുത്താൽ മതി. ലീഗിന് ആളുകൾക്ക് മനസ്സിലാവും. ശക്തമായി ലീഗിന് എന്ത് ചെയ്യാൻ കഴിയും, വളർന്നു വരാൻ കഴിയും. ലീഗ് ഉത്തരേന്ത്യയിൽ വളരുക എന്നുള്ളത് ഇന്ത്യയിലെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു മുന്നുപാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ മുസ്ലിം സമുദായം കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് പോയില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ പവർഫുള്ളായ ഒരു വോട്ട് ബാങ്കിനെ ഒരു നിലക്കും ആ കമ്മ്യൂണിറ്റിക്കകത്തെ പ്രതിലോമ ശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ ഇവിടുത്തെ സെക്കുലർ ഫാബ്രിക്കിനോട് ലീഗ് ചേർത്ത് നിർത്തി. ഇതാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ചെയ്യാനുള്ളൂ. ശക്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് ഫൈറ്റ് ചെയ്യുക. അതേസമയം അതിലേറെ ശക്തമായി അവിടുത്തെ ഈ വർഗീയ പ്രചരണങ്ങളെ തോൽപ്പിക്കുന്ന രൂപത്തിൽ അവിടുത്തെ മെയിൻ സ്ട്രീമിലേക്ക്, ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക്, അവരുടെ റിലീജിയസ് സ്പേസുകളിലേക്ക് നമ്മുടെ ഈ സാഹോദര്യത്തിൻ്റെ സന്ദേശം നിരന്തരം നമ്മൾ ഈ കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പറയുന്നൊരു സംഗതിയാണ്. പക്ഷേ ആ അഭിമാനത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ അടുത്ത കാലത്ത് ചില സമുദായ നേതാക്കളിൽ നിന്നുണ്ടായി. എസ്പെഷ്യലി വെള്ളാപ്പള്ളി, അതായത് ബോധപൂർവം വിദ്വേഷ പ്രചരണം നടത്തുക. അതായത് മുസ്ലിം ലീഗിനെതിരെ എന്ന വ്യാജേന ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അതിൽ മുസ്ലിങ്ങൾ എന്തോ അനർഹമായി നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെതിരെ വരുന്നു. അതായത് വ്യാജമായ കണക്കുകൾ പറയുക. ഇതിനെ ഇപ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടെ മറ്റൊരു വർഗീയ ശക്തിയെയും വളരാൻ അനുവദിക്കില്ല എന്ന് പറയുന്നൊരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത് എത്രത്തോളം, അതായത് വെള്ളാപ്പള്ളിയുടെ ഈ വിഭജന രാഷ്ട്രീയം എത്രത്തോളം ഫലപ്രദമാകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ചെറുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു താങ്കളുടെ ഒരു അഭിപ്രായം? ശരിക്കും ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു പതിറ്റാണ്ട്, ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ്. ഈ പിണറായി സർക്കാർ, ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ഭരിച്ച് 10 വർഷം കേരളത്തിൽ ഈ വിദ്വേഷ പ്രചരണങ്ങൾ നേരത്തെയുണ്ട്, അതിശക്തമായവർ നടത്തിയിട്ടുണ്ട്. മലബാർ വിപ്ലവത്തെ മുൻനിർത്തി എന്ന് വെച്ചാൽ ഇവിടെ നടന്ന മലബാർ വിപ്ലവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അന്നാളിൽ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ സ്വാധീനം ഉറപ്പിച്ചത്. കാരണം കേരളം അവരുടെ ഒരു മാതൃക, അവിടെ വലിയ അതിനൊക്കെ നമ്മൾ പതിറ്റാണ്ടുകളോളം ചില ഇടവേളകളിൽ, ഇപ്പോൾ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും 87 ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൻ്റെ ഒരു അപവാദം ഒഴിവാക്കി നിർത്തിയാൽ ഈ വിദ്വേഷ പ്രചരണങ്ങളെ, ഹെയ്റ്റ് പൊളിറ്റിക്സ് ആര് പറഞ്ഞാലും അതിനെ സംഘടിതമായി നിന്ന് എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ടായിരുന്നു. ആ ദൗത്യം കേരളത്തിലെ ലെഫ്റ്റും UDFും ഒരുപോലെ സുന്ദരമായി നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയിൽ വന്ന മാറ്റം കേരളത്തിലെ ഇടതുപക്ഷം ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ ഓൺ ചെയ്യാനും അതിൻ്റെ ഗുണഭോക്താക്കളാവാനും ആരംഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴത്തോളം ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഏറ്റവും പ്രാഥമികമായ കള്ളാണ്. ഇവിടെ മറ്റ് സമുദായങ്ങൾ നേടിയതിനേക്കാൾ ഒന്നും മുസ്ലിം കമ്മ്യൂണിറ്റി നേടിയിട്ടില്ല എന്നുള്ളത് യാത്ര. +2 സീറ്റുകളുടെ ഒരു കാര്യത്തിൽ മലബാറിലെ പിന്നോക്കാവസ്ഥ ഈ സന്ദർഭത്തിലും നമ്മൾ കാണുകയാണ്. പിന്നെ മൂപ്പർ പറയുന്നതിനെപ്പറ്റി നരേന്ദ്രൻ കമ്മീഷൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഈഴവ സമുദായവും മുസ്ലിം സമുദായവും നേരിടുന്നത് ഒരേ പ്രശ്നമാണെന്നുള്ള ചർച്ച ഉയർന്നു വന്നതാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഇദ്ദേഹം ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതിനെ നിയന്ത്രിക്കണം, മറ്റെന്തിൻ്റെയും പേരിലായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോടും ലീഗ് ഉൾക്കൊള്ളുന്ന UDFിനോടും ഉണ്ട്. പക്ഷേ ഇത് വർഗീയതയാണ്, ഇത് കേരളത്തിന് അപകടമാണ് എന്ന് പറയാനുള്ളൊരു ആർജവം ഇടതുപക്ഷം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കാറിൽ കയറ്റിയതല്ല പ്രശ്നം. കാറിൽ ആർക്കും ആരുടെയും കൂടെ കാറിൽ യാത്ര ചെയ്യാം.
പ്രശ്നം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓൺ ചെയ്യുന്നു, ആ മൂപ്പര് പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് പറയുന്നതോടെ ഈ വിദ്വേഷ രാഷ്ട്രീയം കുറച്ചുകൂടി വിഷലിപ്തമായ രീതിയിൽ നമ്മുടെ പബ്ലിക് സ്ഫിയറിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് യഥാർത്ഥത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് വെച്ചാൽ 100 ദിവസങ്ങൾക്കപ്പുറത്തെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ ഇത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വല്ലാതെ ഏശുന്നില്ല. UDF മുസ്ലിം ലീഗും അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നാൽ ഇത് 100 പേരിത് കേൾക്കുമ്പോൾ 15 ആളെ അത് സ്വാധീനിക്കുന്നുവെങ്കിൽ ആ 15 പേർ ഒരു കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിരന്തരം നുണ പറയുമ്പോൾ അതിലും കാര്യമുണ്ടെന്ന് ചില ആളുകൾ തോന്നുന്നവരെ CPM കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് മരുന്നിടുന്നതെങ്കിൽ ഇത് CPM സർവനാശത്തിലേക്കാണ്. BJP ആണ് ഇതിൻ്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ. ഞാനിപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിവേരാണ് വെള്ളാപ്പള്ളി നടേശൻ കുലുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് കൃത്യമാണ്. തെക്കൻ കേരളത്തിലെ UDFൻ്റെ തിരിച്ചുവരവ് നമ്മളൊരു ഭാഗത്ത് മനസ്സിലാക്കുകയാണ്. CPM വോട്ട് ബാങ്ക് കുത്തിയൊലിച്ച് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ ഞാൻ PT നാസറിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ആ ആർട്ടിക്കിൾ പറയുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ 7 പഞ്ചായത്ത് BJPയുടെ CPM ശക്തി, പാർട്ടി കുടുംബങ്ങളല്ലാതെ ആ ഗ്രാമത്തിലില്ല. രസകരമായൊരു കാര്യം, 7 പഞ്ചായത്തിൽ ഇത്തവണ ചില വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിയുടെ വോട്ടും അവൻ്റെ ഭാര്യയുടെ വോട്ടും ഇല്ലാണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. പക്ഷെ വോട്ട് പൊട്ടിച്ചെണ്ണുമ്പോൾ 100-ൽ കുറയാത്ത വോട്ടുകൾ, ഒരു വാർഡിൽ പോലും BJP ജയിച്ചില്ല. 100-ൽ കുറയാത്ത വോട്ടുകൾ 7 പഞ്ചായത്തിൽ BJPക്ക് കിട്ടാണ്. കരുവള്ളൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ BJPക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്തടത്ത് പോലും പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണുമ്പോൾ 200-ഉം 210-ഉം വോട്ടുകൾ താമര ചിഹ്നത്തിൽ വീഴുന്ന രൂപത്തിലേക്ക് ഈ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ BJP വളരുന്നു എന്ന് വന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അസ്തിത്വം കൊണ്ടുപോയി ഇവരുടെ, അതായത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഇടതുപക്ഷ രാഷ്ട്രീയം മതവർഗീയത പറയുന്ന അല്ലെങ്കിൽ വിദ്വേഷം പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിലെന്തോ സത്യമുണ്ടെന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്നു. അവർ കമ്മ്യൂണിലായി മാറുന്നു. അവർ BJPയിലേക്ക് എന്ന് വെച്ചാൽ ലളിതമാണ്. നമ്മൾ ഒരു കയ്യിൽ നിരന്തരം കട്ടം വീടി വലിച്ച് ശീലിക്കുന്ന ഒരാൾക്ക് നിങ്ങളൊരു ഘട്ടത്തിൽ ഒരല്പം കുറെ കൂടി കഞ്ചാവ് കൊടുക്കുന്നു, എന്നിട്ട് പിന്നെ അവനോട് കഞ്ചാവ് തിരിച്ചടിച്ചിട്ട് കട്ടം വീതി കൊടുക്കാൻ പറ്റില്ല, അവൻ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞു. ഇതിൻ്റെ പ്രശ്നം ഒരു 10 പതിറ്റാണ്ട് കാലത്തെ ഈ നിരന്തരമായ ഭരണം CPM സംഘടനാ ശരീരത്തിന് ഏൽപ്പിക്കുന്ന മാരകമായ ചില പ്രശ്നങ്ങളുണ്ട്. ഉൾപാർട്ടി ചർച്ചകളില്ല. കൃത്യമായും ഒരു ഏകാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂട്ടത്തിൽ ഈ ഇത്തരം പ്രചരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ മതനിരപേക്ഷ നിലപാടുകളിൽ കൂടി വിട്ടുവെച്ച് ചെയ്യുന്നതോടെ ബംഗാളിലെ ഒരു ഫലം കേരളത്തിലെ CPM കാത്തിരിക്കും. ബംഗാളിൽ CPM അധികാരം നഷ്ടപ്പെട്ടതല്ല പ്രശ്നം. 35 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് തോൽക്കുന്നു, സ്വാഭാവികമാണ്. ശരീഷ് ഭായ്, നിങ്ങൾ 35 വർഷം ഭരിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ തോറ്റോട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന അടിസ്ഥാന വോട്ട് എവിടെ പോയി? 55% വാങ്ങി ജയിക്കുന്നു. പിന്നെ ആദ്യമായി തോറ്റു പ്രതിപക്ഷത്താവുമ്പോഴും 90 MLA-മാരുണ്ട്, 48% വോട്ടുണ്ട്. പിന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 20-ലേക്കും 30-ലേക്കും ചുരുങ്ങുന്നു. നിങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 22 ആവുന്നു. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ നിങ്ങൾ സംയോജരാകുന്നു, നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം 5 ആകുന്നു. ആ വോട്ടിംഗ് ശതമാനം തൃണമൂലിനും കിട്ടുന്നില്ല, അത് വേറെ കോൺഗ്രസിലേക്കും വരുന്നില്ല. അതെവിടെ പോകുന്നു? അത് അപ്പുറത്ത് BJPയുടെ ബംഗാളിലെ 38% വോട്ടായി രൂപാന്തരപ്പെടുന്നു. ഈ ഗതികേട് കേരളത്തിലെ CPM കാത്തിരിക്കുന്നത്. ബംഗാളിലെ CPM പരാജയമല്ല ഇവർ പഠിക്കുന്നത്. പരാജയപ്പെട്ടിട്ട് ഇങ്ങനെ പറയുമല്ലോ, തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര എല്ലിതൻ സഖാക്കളെ എന്ന് കവിത പാടുന്നവർ ഒരു പോക്കങ്ങോട്ട് പോയിട്ട് എന്തുകൊണ്ട് ഒരു പോക്കായി എന്ന പരിശോധന നടത്തുന്നില്ല. ആ പരിശോധന നടന്നാൽ CPM സർവൈവ് ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് കാണുന്ന CPM വലിയൊരു വിഭാഗം, ഈ ടോക്സിക്കായ ക്യാമ്പയിൻ കേട്ട് വളരുന്ന CPM പാർട്ടി കേഡർമാരിൽ വലിയൊരു വിഭാഗം 5-10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഘപരിവാറിൻ്റെ ചാവേറുകളായി മാറുന്നത് നമ്മൾ കാണേണ്ടി വരും. CPM അതിനെ കാണുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളതിനെ കാണുന്നത്, പിന്നെ സാഗർഭായ് തന്നെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അഭിമാനത്തോടെ പറയുന്ന മതനിരപേക്ഷ കേരളം എന്ന സങ്കല്പമാണ്. വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു തമാശയായിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ CPM സൈബർ ഹാൻഡിലുകൾ അല്ലെങ്കിൽ CPM ബുദ്ധിജീവികൾ, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ വലിയ ബുദ്ധിജീവിയാണ്. ഇവരൊന്നും പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം
രണ്ടാമത്തെ കാര്യം ഈ മുസ്ലിം ലീഗിനെയും ഈ വെള്ളാപ്പള്ളിയുടെ വർത്തമാനങ്ങളെയും സമീകരിക്കുകയാണ്. മുസ്ലിം ലീഗ് പറയുന്നത് തന്നെയാണ് വെള്ളാപ്പള്ളിയും പറയുന്നത്. അതായത് വെള്ളാപ്പള്ളിയും വർഗീയത പറയുന്നു, ലീഗും പറയുന്നു. ഇങ്ങനെ ഇതിനെ ഒരു സമീകരണം, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ സമീകരണത്തിന്റെ ഒരു പൊളിറ്റിക്സ്. ഇപ്പോൾ സംഘപരിവാറാണ് കൂടുതൽ അല്ലെങ്കിൽ ക്രിസംഖികൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നൈജീരിയയിലേക്ക് പോകുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു സമീകരണത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കും. അപ്പോൾ CP ഇപ്പോൾ നേരത്തെ പറഞ്ഞു, CPM-നെ സംബന്ധിച്ചിടത്തോളം CPI ഏറെക്കുറെ ഇതിന്റെ ഒരു അപകടം ബോധ്യപ്പെട്ടു സംസാരിച്ച് നമ്മൾ കണ്ടു. പക്ഷെ അത്രത്തോളം പോലും ഇപ്പോൾ CPM-നെ പോലുള്ള ഒരു പാർട്ടി, അത്രത്തോളം ബൗദ്ധിക ശേഷിയുള്ള ഒരു പാർട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടി, ഒരു വിശ്വാസമാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം അത്രത്തോളം ബൗദ്ധിക ശേഷി ഉണ്ടെങ്കിൽ ഇത്ര വലിയൊരു അപകടം മനസ്സിലാവാണ്ടിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടുന്നത് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഒരു CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലക്ക് അല്ല ഞാനതിൽ മനസ്സിലാക്കുന്നത്, ഇപ്പം ഗോവിന്ദൻ മാഷ് മൂപ്പരിങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഒരൊറ്റ വാക്യഘടനയിൽ മിനിറ്റുകളോളം സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ CPM നേരിടുന്ന ക്രൈസിസ് ഇപ്പം ഗോവിന്ദൻ മാഷിൻ്റെ പാർട്ടി ക്ലാസ്സുകൾ കേട്ടില്ല, മൂപ്പര് പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളാണ്. ഇവരൊക്കെ ആരും മോശക്കാരല്ല. ഗോവിന്ദൻ മാഷായിക്കോട്ടെ, CPM-ന്റെ സംഘടനാ ലീഡർഷിപ്പിൽ ഇപ്പോഴുള്ള ആരും മോശക്കാരാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. വളരെ താഴെത്തട്ടിൽ നിന്ന് ആ പാർട്ടിക്കകത്ത് പഠിപ്പിച്ചും സമരം ചെയ്തും ഒക്കെ വളർന്നു വന്ന ആളുകൾ തന്നെയാണ് ഇവർ. പക്ഷെ ഇവർക്ക് ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ തന്നെ ടെർമിനോളജിയിൽ പറഞ്ഞാൽ നിരന്തരമായ വിമർശനവും സ്വയം വിമർശനവും ആ പാർട്ടി സംഘടനയ്ക്കകത്ത് നടക്കണം. ഇതിൻ്റെ അപകടം യഥാർത്ഥത്തിൽ CPM ലീഡർഷിപ്പിലെ ആളുകൾക്ക് ബോധ്യമാഞ്ഞിട്ടല്ല. പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ, ഞാനതിനൊരു ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സാധാരണ പാർട്ടി സഖാവിൻ്റെ മാനസികാവസ്ഥയിൽ കൂടി നോക്കണം. എന്ന് വെച്ചാൽ പഴയ ഷിബു മീരാൻ സംസാരിക്കുകയാണെന്ന് ഷെരീഫ് സാർ, ആ പഴയ സഖാവായ CPM എന്ന് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന എന്നിലെ ആ പഴയ CPM പ്രവർത്തകൻ സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോ. ഇവരൊക്കെ നല്ല കാലിബറുള്ള ഒരു മുന്നിൽ രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ എല്ലാ അപകടങ്ങളെയും സെൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ CPM നേരിടുന്നൊരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPM-ന്റെ ഈ സംഘടനാ സംവിധാനത്തിനകത്തേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു കടന്നുവരവുണ്ട്. അപ്പം നിങ്ങൾ എത്ര കാലമായി രാഷ്ട്രീയം, ഒരു 15 വർഷം മുൻപ് CPM ഒരു ജാഥ നയിച്ചാൽ ആ ജാഥയുടെ നായകൻ്റെ ഫോട്ടോ വെക്കുക, ഇതൊന്നും CPM-ന് ഉണ്ടായിട്ടേ ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. CPM ഒരു വ്യക്തിയുടെ മുഖം, അവരുടെ ആ പതാകയും ആ പാർട്ടി നിലപാടുകളുമായിരുന്നു CPM-നും. അതൊക്കെ മാറി ഒരു ആൾദൈവത്തിൻ്റെ പരിവേഷത്തിലേക്ക് പിണറായി വിജയനെ ഇവർ ക്യാപ്റ്റൻ, കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ തുടങ്ങിയ കുറേ എന്ന് വെച്ചാൽ, ഈ തിരുവാതിര കളിച്ചതിലെ കോമഡി അല്ല പ്രശ്നം. 1001 സ്ത്രീകൾ ചേർന്ന് ഇന്നീ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവതൻ എന്ന് പറഞ്ഞൊരു തിരുവാതിരപ്പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ CPM ചെന്ന് പതിക്കുന്ന പതനത്തിൻ്റെ ആഴാണത്. ആ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യയിലൊരാൾക്കും അങ്ങനെ EMS-നോളം തലപ്പൊക്കം പിണറായി വിജയൻ ഉണ്ട് എന്ന് ആരും പറയില്ലല്ലോ. EMS എന്ന വ്യക്തിയുടെ മുഖമോ അദ്ദേഹത്തിൻ്റെ ചിത്രമോ വെച്ചിട്ട് CPM ഒരു കാലത്തും കേരളത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. EMS-ന്റെ ലേഖനങ്ങൾ, EMS-ന്റെ പുസ്തകങ്ങൾ, അതൊക്കെ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. EMS-ന്റെ മുഖം സംസാരിച്ചിട്ടേ ഇല്ല. അവിടെ നിന്ന് സമ്പൂർണമായും ഒരു വ്യക്തിയിലേക്ക് ഒരു പാർട്ടി ചുരുങ്ങിയതായിരുന്നു ചരിത്രത്തിലെല്ലാ കാലത്തും. നേതാക്കൾ വരെ വ്യക്തിപൂജ നടത്തുന്ന വർത്തമാനങ്ങളാണ്. ഇത് ചരിത്രപരമാണ്. ടീച്ചർ വരെ ഈ അടുത്ത് പറഞ്ഞു, ഞാൻ അത്ഭുതത്തോടെ കേട്ടു. സത്യത്തിൽ ഇത് വീഡിയോ ആണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനത് നോക്കി ഉറപ്പ് വരുത്തി. പിറക്കാതൊരു ഒരു മകൻ ഉണ്ട് എന്നൊക്കെ ഈ ശൈലജ ടീച്ചറെ പറ്റി തന്നെ നമ്മൾ കാണുന്ന ടീച്ചറമ്മയായ ശൈലജ, ഞാനൊരു ഉദാഹരണം പറയുകയാണെ. 2000-ന്റെ ആദ്യത്തിലൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കെ, മഹിളാ അസോസിയേഷൻ്റെ നേതാവായിരിക്കെ ഞാൻ ശൈലജ ടീച്ചറുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏത് നേതാവിനോടും യുക്തിപരമായി LDF-ന്റെ പൊളിറ്റിക്സ് പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറാണ് കേൾക്കുമ്പോൾ ആളുകൾ മുഖത്ത് എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കകത്തേക്ക് ഈ ഏകാധിപത്യം ഒരു ഭാഗത്ത് വരുന്നു, വ്യക്തിപൂജ എന്ന മാനസികാവസ്ഥയിലേക്ക് പാർട്ടി അണികൾ പരുവപ്പെടുന്നു. ഇപ്പം പിണറായി വിജയനെ പിണറായി വിജയ
മിസ്റ്റർ CM എന്നൊന്നും വിളിച്ചാൽ CPM-ന്റെ സൈബർ അണികൾക്കും കേഡർമാർക്കും സഹിക്കാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. മോദിയെ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ശ്രീനിവാസന്റെ ഈ ഈ മരിച്ചു അതെ ഞാൻ എഴുന്നേറ്റ് നിന്നില്ല എന്ന് വെച്ച് ആ പിതാവ് മരിച്ചു കിടക്കുന്നിടത്ത് ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ് ഇവര്. ഭീകരമായ സൈബർ ആക്രമണം. അതെ, ഇത് ഞാനതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഇത് ചരിത്രപരമാണ്. ലോകത്തെല്ലായിടത്തും ഇതിനേക്കാൾ വലിയത് ഇപ്പോൾ 10 വർഷത്തെ ഒരു തുടർഭരണമാണ്. സാർ ചക്രവർത്തിയെ തകർത്തെറിഞ്ഞ് സ്ഥാപിക്കപ്പെട്ട റഷ്യയിലെ വിപ്ലവ ഭരണകൂടം. അത് ചരിത്രത്തിൽ 90 കൊല്ലം നിലനിന്നതാണ്. പക്ഷെ അതിൻ്റെ തകർച്ചയിലേക്ക് എത്തിച്ചത് സ്റ്റാലിനാണ്. അവിടുന്ന് ഈ വ്യക്തിപൂജയുടെ ഒരിക്കലും തെറ്റുപറ്റാത്ത പാർട്ടി, ആ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റാത്തൊരു സെക്രട്ടറി, ആ സെക്രട്ടറി അല്ലെങ്കിൽ ആ പാർട്ടി നേതാവ് തന്നെ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം അധപ്പതിച്ചിട്ടുണ്ടോ അധികം വൈകാതെ അത് തകർന്നടിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ചരിത്രത്തിൽ ഒരുപാട് ഷെസ്ക്യൂ അതിൻ്റെ ആയിരുന്നു, ഇതൊക്കെ നമുക്ക് എന്ന ഒരു അപകടത്തിലേക്ക് യഥാർത്ഥത്തിൽ CPM പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മാരകമായ രോഗലക്ഷണങ്ങളാണ്. ഇതൊക്കെ പാർട്ടിക്കകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അവരതിൻ്റെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ശുഭകരമായൊരു കാര്യം. ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ CPM നിരന്തരം വിജയിക്കുന്നിടത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായ ഓൾട്ടർനേറ്റീവ് UDF-ന്റെ ഒരു മുന്നേറ്റം ഉണ്ടാവണം എന്ന് കണ്ടിട്ട് ആ പാർട്ടിക്കകത്ത് ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ശ്രമങ്ങൾ നിശബ്ദമായി ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടുത്ത CPM-കാർ വരെ UDF-ന് വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു വലിയൊരു സൂചനയാണ്. ആ സൂചന പോലും തിരിച്ചറിയാൻ CPM-ന് ഇപ്പോഴും കഴിഞ്ഞില്ല. എനിക്ക് ഇപ്പോഴും അറിയാവുന്ന പേര് ഞാൻ പറഞ്ഞു, ഉറച്ച ഒരു പാർട്ടി സഖാവ്, എനിക്ക് വോട്ട് മാറ്റി ചെയ്യാൻ കഴിയില്ല. വീട്ടിലുള്ളവരോട് ഇത്തവണ നിങ്ങൾ വോട്ട് മാറ്റി ചെയ്യുക, അല്ലെങ്കിൽ ഈ പാർട്ടി ഒരു പോക്കായി പോവും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉദയം ചെയ്തു വരുന്നുണ്ട്. ഞാൻ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ മതനിരപേക്ഷ കേരളത്തിൻ്റെ ഒരു ആശങ്ക നമ്മൾ പങ്കുവച്ചു. ഈ മതനിരപേക്ഷ കേരളത്തെ തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ UDF-ന്റെ തിരിച്ചു വരവ് എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് കേരളം ഇങ്ങനെ ആയാൽ പോരാ. അതെ, അതായത് ഇത്തരം ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ തന്നെ കേസെടുത്തിട്ടുണ്ട് UDF സർക്കാർ. അതെ അതെ അതെ, ഈ നൗഷാദുമായി ബന്ധപ്പെട്ട എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സർക്കാരിന് കേസെടുക്കുന്നത് പോയിട്ട് അതിനെ വൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, അതായത് കേരളം കേരളമായി നിലനിൽക്കണം, അതിനു വേണ്ടി കൂടിയാണ് UDF വരേണ്ടത് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ആ ഒരു അവബോധം ആളുകൾ ശക്തമാണെന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പല കാരണങ്ങളാൽ. ഒന്ന്, നിങ്ങളീ പറഞ്ഞ മതനിരപേക്ഷ കേരളം എന്ന നമ്മുടെ ഒരു അഭിമാന ബോധത്തിന് നേരെ ഒരു പതിറ്റാണ്ടിടയിൽ സംഘടിതമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഞാൻ മുൻനിരയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് 2 വട്ടം അധികാരം നേടിയ ഒരാൾ എല്ലാ അർത്ഥത്തിലും കീഴടങ്ങി എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. മറുഭാഗത്ത് ഇവരുടെ അഴിമതി വിരുദ്ധമായ നിലപാടുകൾ, അതിനെപ്പറ്റി ഒരു വാക്കും മിണ്ടാൻ പറ്റാത്തവണ്ണം ഇവർ പിന്നെ ക്ഷേമത്തിൻ്റെ ഒരു വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പെൻഷനൊക്കെ വർദ്ധിപ്പിച്ച് മൂപ്പരൊരു മിനി ബജറ്റൊക്കെ 1 മണിക്കൂർ കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ അത് മറുഭാഗത്ത് കേരളത്തിലെ വിലക്കയറ്റം, ഇങ്ങനെ എല്ലാം കൊണ്ടും ജനകീയ പ്രശ്നങ്ങൾ വെച്ച് കൗണ്ടർ ഉണ്ടാക്കുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇടതുപക്ഷ കേരളം. ഇടതുപക്ഷ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളം എന്നല്ല. കേരളം എല്ലാ കാലത്തും വലിയ അളവോളം ലെഫ്റ്റായിരുന്നു. നമ്മുടെ മതനിരപേക്ഷത, ഇവിടുത്തെ മുസ്ലിങ്ങളടക്കമുള്ള മൈനോറിറ്റികളെക്കുറിച്ച്, ദളിതരെക്കുറിച്ചൊക്കെ കേരളത്തിനുള്ള കൺസേൺ, ഇതൊക്കെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ധാര. കേരളത്തിൽ പുരോഗമനത്തിൻ്റെ മാനവികത ബ്രോഡായ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലാണ് കേരളത്തിലെ UDF-ഉം LDF-ഉം നിന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രോങ് ഷെയർ കയ്യിൽ വെച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായ വലതുപക്ഷവൽക്കരണത്തിലേക്ക് പിണറായി വിജയൻ കൊണ്ടുപോകുന്നു എന്ന ബോധ്യമുണ്ട്. അതിനെതിരായ പ്രതിഷേധമുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിക്കും. കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അതുകൊണ്ടത് അവസാനിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരെ സംഘടിതമായ ശക്തമായ വിമതസ്വരം ഉയർന്നു. ആ പാർട്ടിയുടെ ഇടത് സ്വഭാവം വീണ്ടെടുക്കാൻ വേണ്ടി ആ പാർട്ടിക്കകത്ത് വലിയൊരു കലാപം വരാനിരിക്കുകയാണ്. ഒരു വലിയ പ്രതിവിപ്ലവം നടക്കാൻ. ആ പ്രതിവിപ്ലവത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രതികരണമാണ് ഈ വോട്ട് ഷിഫ്റ്റിങ്ങിലൂടെ സംഭവിക്കുന്നത്. അത് സംഘടിതമായി മാറുന്നതും ഇന്ന് കൊണ്ടാടുന്ന അതേ മനുഷ്യർ
ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്നതും കേരളം കാണും. സ്റ്റാലിനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഏകാധിപതികൾക്കൊക്കെ ഉണ്ടായ അനിവാര്യമായൊരു പരിണിതിയാണ് പിണറായി വിജയൻ എന്ന ഈ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് ആൾ ദൈവത്തെ കാത്തിരിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു പ്രതീക്ഷ. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് നേരം ഒരുപാട് കാര്യങ്ങൾ. താങ്ക് യു ഡിയർ, താങ്ക് യു.